വൈദഗ്ധ്യം ഉള്ളയാളാണ്. ഇന്റർനാഷണലി അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണ്. നമുക്ക് ഏറ്റവും ഭാഗ്യമായി കരുതുന്നു അദ്ദേഹത്തെ ഈ വേദിയിൽ ഈ സെമിനാർ മോഡറേറ്റ് ചെയ്യുന്നതിന്. ഇപ്പൊ ഈ ഡോക്ടർ പറഞ്ഞു ലോകത്തിലെ മനുഷ്യന്റെ ഏറ്റവും വലിയ രോഗം ഈ ഫുഡ് അൾസറാണ്. അല്ല, ഞാൻ കണ്ടെത്തി മനുഷ്യന്റെ ഏറ്റവും വലിയ രോഗം ആർത്തിയാണ്, അത്യാഗ്രഹം. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ട് അലക്സാണ്ടറെ പോലെ കയ്യ് പുറത്തിട്ട് ചാവുക. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് കോടാനുകോടി ബാങ്കിലിട്ട് അടുത്ത തലമുറയ്ക്ക് തമ്മിത്തല്ലുണ്ടാക്കി അത്യാഗ്രഹ നിമിത്തം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളതൊക്കെ പ്രകൃതി തന്നിട്ടുണ്ട്. പക്ഷെ അത്യാഗ്രഹത്തിനൊന്നുമില്ല. ഞാൻ ഓരോ മനുഷ്യനെയും ശരിക്ക് പഠിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ ലോകത്ത് എവിടെ ചെന്നാലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയലേ, നിങ്ങൾ രണ്ട് കാര്യത്തിന് മാത്രമേ ആർത്തി പാടും. ഒന്ന് അറിവിന് വേണ്ടി, രണ്ട് നന്മയ്ക്ക് വേണ്ടി. ടേസ്റ്റി ഓഫ് നോളജ്, ടേസ്റ്റി ഓഫ് ഗുഡ്. എൻ്റെ അവയവങ്ങളൊക്കെ ബാംഗ്ലൂർ നിംഹാൻസിന് ഞാൻ പ്ലഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ഒരു 100 പേരെങ്കിലും രക്ഷപ്പെടുത്താൻ. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ കത്തിക്കണേക്കാൾ ഭേദമല്ലേ. അപ്പോൾ അത് നിംഹാൻസിന് കൊടുത്തു. നമ്മളൊക്കെ ഒരു രോഗി മുന്നിൽ വന്നാൽ, ഒരു വ്യക്തി വന്നാൽ അവൻ്റെ റൂട്ട് കോസ് മൂലകാരണത്തിന്റെ മൂലകാരണം കണ്ടുപിടിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചികിത്സ വിജയിപ്പിക്കാൻ പറ്റില്ല. അടുത്തത് എൻ്റെ ഒരു ഗവേഷണമാണ്. എന്തുകൊണ്ട് കുട്ടികളിൽ നമ്മുടെ രാജ്യത്ത്, ഞാൻ 5 നിങ്ങളോട് പറഞ്ഞ രഹസ്യം, അത് നിങ്ങളോട് പറഞ്ഞെങ്കിൽ എൻ്റെ തലയിൽ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അഥവാ നാളെ ഞാൻ പറമ്പിട്ട അപ്പൊ ഞാനൊരു ഗവേഷണം നടത്തി ആദ്യം പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കും പ്രധാനമന്ത്രിക്കും ഒരു ലെറ്റർ അയക്കും ഞാൻ കണ്ടുപിടിച്ച്. കാരണം അഥവാ ഞാൻ മരിച്ചാൽ അങ്ങനെ നമ്മുടെ രാജ്യത്തെ എല്ലാ പൈതൃക അറിവുകളും നഷ്ടപ്പെട്ടു. കാരണം എന്താ അറിയോ, ഈ 19ാമത്തെ അടവ് ആർക്കും പറഞ്ഞു കൊടുക്കില്ല. അങ്ങനെയാണ് നമ്മുടെ ഇന്ന് വൈദ്യ സമൂഹത്തെ നാശം. കാരണം ഉന്നത വിദ്യാഭ്യാസമുള്ള ഇന്ത്യയുടെ ഡൽഹിയിലുള്ള തലവന്മാരുടെ മക്കൾ വരെ എല്ലാവരും ബുദ്ധിമാന്തിയുള്ളവരാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഇത്രയും ഉന്നതരായ സർ, ഇതൊന്നും ഒരു ഡോക്ടർമാരും പറഞ്ഞിരുന്നില്ല. ഗർഭം ധരിക്കുമ്പോൾ ഫോളിക് ആസിഡ് ഒന്ന് തരും, പിന്നെ ഇടയ്ക്ക് ഗൈനക്കോളജിസ്റ്റ് ഒന്ന് നോക്കാൻ പറയും, അവരെന്തെങ്കിലും കമ്മീഷൻ കിട്ടുന്ന ഗുളിക എഴുതി തരും. അപ്പോൾ ആരോഗ്യവും ഭക്ഷണവും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ലഘു പ്രബന്ധം ഞാനിവിടെ അവതരിപ്പിക്കട്ടെ. ഒരു മനുഷ്യൻ ധ്യാനം കൊണ്ട് ജീവനെയും പ്രാണായാമം കൊണ്ട് പ്രാണനെയും യോഗ കൊണ്ട് മനസ്സിനെയും മനസ്സ് ശരീരത്തെയും ബലപ്പെടുത്തും. വെള്ളം, വായു, അഗ്നി, ആകാശം, ഭൂമി എന്നീ പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ ഭൂമി തന്നെയാണ് അന്നം. I am a principal in a school and I have served as principal in 2 schools and that too in 2 different districts, Thrissur and Palakkad, and wherever I go I have found that ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ കുട്ടികൾ എല്ലായിടത്തും ഏകദേശം ഒരുപോലെ തന്നെയാണ്. And that is why and children everywhere are alike. They are similar in so many cases, and it is sure that as we are conducting a Dixna Congress, Dixna National Congress and Seminar, and as Dixna members we have to work a lot in schools. In schools we have the samples there and we can always work upon them. And towards my topic, incorporating martial arts, yoga and lifestyle modulations in schools. As about martial arts, we have found that there are ever so many studies conducted nationally and more internationally, that they have always had a positive influence on physical and mental health of people, of the practitioners. Likewise, yoga has also proved its positive benefits in one's physique and mind. And also in yoga, we have found that it has a 5,000-year tradition, and it has established that yoga has enhanced spiritual power of those practitioners. And martial arts and yoga have thus established their advantages in society. About martial arts, I have conducted the study in 2017 and I was awarded PhD degree on my topic, effects of martial arts on linguistic performance in English with special reference to karate. I found that 30 hours of karate training has improved the linguistic skills, all the 4 basic skills, that is listening, speaking, reading and writing of experimental samples. പ്രാധാന്യം മനസ്സിലാക്കിയ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. പ്രത്യേകിച്ചും കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പ്രകൃതി ചികിത്സ എന്താണ്, അല്ലെ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പകുതി പേർക്കും അറിയത്തില്ല അല്ലേ. ഈ അഡ്വാൻസ്ഡ് ഇനിയും AI ടെക്നോളജിയിലോട്ട് ഒരു സർജനും വേണ്ട, ഒരു ഡോക്ടറും വേണ്ട, അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് ഈ ലോകം പോവുകയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഈ പഴയ കാലത്തെ ഈ പച്ചമരുന്നുകളോ അല്ലെങ്കിൽ വാഴപ്പിണ്ടിയും അല്ലെങ്കിൽ കുക്കുംബറും, സാറിപ്പോൾ എന്നോട് പറഞ്ഞിട്ടിരിക്കുക കുക്കുംബർ ജ്യൂസ് കഴിക്കണം,
അപ്പോൾ അതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെ, പിത്തരോഗം ഇതൊക്കെ സാറ് ഇത് പറയുന്നുണ്ട്. വാദത്തിന് സൂര്യപ്രകാശം, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. സൂര്യപ്രകാശം എന്തിനാ? നമുക്ക് വൈറ്റമിൻ ഡി കഴിച്ചാൽ പോരെ? കഫത്തിന് വെളുത്തുള്ളി, ഇതൊക്കെ സാറ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമായിട്ട് ഞാനൊരു പ്രബന്ധം അവതരിപ്പിക്കാൻ വന്നതല്ല, മാഡം പറഞ്ഞു പിള്ളേർക്ക് ദേശീയമാണ്. ഇന്ന് അതിലാണ് നമ്മുടെ നാച്ചുറോപ്പതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അതല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും കയറി ചോദിക്കണമെങ്കിലോ ചോദിക്കാം കേട്ടോ. കാര്യം വെച്ചാൽ ഞാനൊരു പ്രിപ്പറേഷനും ഇല്ലാതെ വന്ന് മാഡം പറഞ്ഞായിരുന്നു പിള്ളേരിൽ ദേഷ്യം കൂടുന്നു, അക്രമവാസന കൂടുന്നു, ഇല്ലേ? അതിൻ്റെ കാര്യം ആരാ? അതിനെപ്പറ്റി ഒരാൾ മാത്രമേ ഇതിനെപ്പറ്റി എതിര് പറയുന്നുള്ളൂ, ഇല്ലേ? അതാണ് നാച്ചുറോപ്പതി. ഈ പ്രകൃതിയിൽ നിന്ന് നമ്മൾ മാറിയപ്പോഴാണ് ഈ പ്രശ്നം എല്ലാം ഉണ്ടായത്. അതിലൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാനെല്ലാം സയൻറ്റിഫിക് ആയിട്ടാണ് പറഞ്ഞത്. ഒരു ഫിഷ് ടാങ്കിൽ മീൻ കുഞ്ഞുങ്ങളെല്ലാം കിടന്ന് ബഹളം വെക്കുക. അപ്പം നമുക്ക് എന്ത് കൊടുക്കണം? ബഹളം മാറ്റണമെങ്കിൽ തീറ്റ കൊടുത്താൽ മതിയോ? സൂര്യപ്രകാശം കൊടുത്താൽ മതിയോ? എന്താ കൊടുക്കണ്ടേ ബഹളം വെക്കുമ്പോ? ഓക്സിജൻ. അതാണ് പ്രധാനം. അപ്പൊ ഈ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഓക്സിജൻ സപ്ലൈ. ഇനിയും ഈ ലോകത്ത്, ഈ ശാസ്ത്രീയ AI യുഗത്തില് ഈ ലോകത്തില് ഏറ്റവും വലിയ രോഗം എന്താണെന്നറിയോ? ഇപ്പൊ പറഞ്ഞ ഉൾപ്പെടെ വാസ്കുലർ ഡിസീസ്. എന്താണ് വാസ്കുലർ ഡിസീസ്? ഈ രോഗത്തിന് ഒരേ ഒരു ചികിത്സയുള്ളൂ. അത് ആരുടെയിലാണ് ഇരിക്കുന്നതെന്നറിയോ? പറയാവോ? നാച്ചുറോപ്പതി മാത്രമേ ഉള്ളൂ. ഈ പ്രാധാന്യം മനസ്സിലാക്കാത്തടത്തോളം കാലം ഇവിടെ ഇനി സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഈ നാച്ചുറോപ്പതി മാത്രമേ ഈ ലോകത്തെ അടുത്ത ജനത്തെ നമുക്ക് ആരോഗ്യമുള്ളവരാക്കിയെടുക്കാൻ നാച്ചുറോപ്പതിക്കാരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. നിങ്ങളല്ല ഭാഗ്യവാന്മാർ, സത്യത്തിൽ ഞാനാണ്. കാരണം എന്നെ ഇതിലേക്ക് വിശിഷ്ട അതിഥിയായും മോഡറേറ്ററായും ക്ഷണിക്കുകയും വളരെ വളരെ തിരക്കുകൾക്കിടയിലുള്ള എനിക്ക് ഞാൻ ആ ക്ഷണത്തിൻ്റെ ആത്മാർത്ഥതയും ഉത്തരവാദിത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നിവിടെ എല്ലാ തിരക്കും ഒഴിവാക്കി ഞാൻ നിർബന്ധിതനായത്. സാധാരണ വിളിച്ചോർത്ത് കൂടെ ഒന്നും പോകാറില്ല, എനിക്കതിന് സാധ്യമല്ല. എൻ്റെ ജോലിയുടെ നേച്ചർ അങ്ങനെയാണ്, രാത്രിയും പകലും തിരക്കുള്ള ഒരാൾ. അപ്പോൾ ഇന്ന് പ്രകൃതി ചികിത്സകർ, സത്യത്തിൽ നിങ്ങളാണ് യഥാർത്ഥ ഭിഷഗ്വരന്മാർ, നിങ്ങളാണ് യഥാർത്ഥ ഡോക്ടർമാർ, നിങ്ങളാണ് യഥാർത്ഥ പണ്ഡിതന്മാർ. കാരണം പ്രകൃതി ആണ് എൻ്റെ 35 കൊല്ലത്തെ ഗവേഷണത്തിൻ്റെ ഒരു കാര്യം തന്നെ. സ്വാമി വിവേകാനന്ദൻ അന്വേഷിച്ച് നടന്നതുപോലെ എവിടെയാണ് ദൈവം, ആരാണ് വലിയ ദൈവം, ലോകത്തിലെ വലിയ ശക്തി എന്താണ്, യഥാർത്ഥ ദൈവം ആരാണ്, ദൈവത്തിന് മനുഷ്യന് കൊടുക്കുന്ന നിർവചനങ്ങൾ എന്തൊക്കെയാണ്, ഓരോ മതവും എന്തു പഠിപ്പിക്കുന്നു, ഇതൊക്കെയായിരുന്നു എൻ്റെ 35 കൊല്ലത്തെ പ്രധാനപ്പെട്ട ഗവേഷണം. കാരണം നമ്മൾ കുറെ പുസ്തകത്തിലൂടെ ഞാൻ അനവധി പഠിച്ചു, അനവധി ഡിഗ്രികൾ നേടി. പക്ഷേ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം മനസ്സിൽ കുട്ടിക്കാലം മുതലേ, ദൈവം, യഥാർത്ഥ ദൈവം ആരാണ്? പല മതക്കാരും പലതും പറയുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ നടന്നു. ഹിന്ദു മതത്തിൽ കുറെ ക്ഷേത്രങ്ങൾ, ഇസ്ലാം മതത്തിൽ കുറെ പള്ളികളും ആളുകൾ, അവസാനം അജ്മീർ വരെ പോയി, ഇന്ത്യയിലെ എല്ലാ പള്ളികളും സന്ദർശിച്ചു, ക്രിസ്ത്യൻ പള്ളികൾ മുഴുവൻ പോയി, ബുദ്ധവിഹാരങ്ങൾ മുഴുവൻ പോയി. ദൈവം എന്താണെന്നായിരുന്നു എൻ്റെ പഠനം. അവസാനം ഈ 35 കൊല്ലത്തെ പഠനം കഴിഞ്ഞ് ഞാൻ എത്തിച്ചേർന്നു, നമ്മുടെ പ്രകൃതിയാണ് യഥാർത്ഥ ഏറ്റവും വലിയ ദൈവം. അതിലും വലുതായി ഈ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ വിട്ട് കണ്ണിൽ കാണാത്ത ദൈവങ്ങളെ തെരഞ്ഞു നടക്കണോ എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത. കുട്ടിക്കാലം മുതലേ നിരന്തരമായി പുസ്തകങ്ങൾ അമിതമായിട്ട് വായിക്കുക, ഇതൊരു മെഡിക്കൽ മാനിയ കൂടിയാണ്, ബിബ്ലിയോ മാനിയ, ഇതൊരു മാനസിക അവസ്ഥ കൂടിയാണ്.
ഞാൻ എത്തിച്ചേർന്ന ഈ പ്രകൃതിയാണ് ഏറ്റവും വലിയ ദൈവം, പ്രകൃതിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചീഫ് ഡോക്ടർ, ലോകത്തിലെ ഏറ്റവും വലിയ ബിഷഗ്വരൻ ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രകൃതിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഏതെന്ന് ചോദിച്ചാൽ പ്രകൃതിയാണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ അതും പ്രകൃതിയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് അകന്നു പോയതാണ് ഇന്ന് ഈ വേദാന്ത പ്രകാരം 4848 രോഗങ്ങളുണ്ടെന്ന് വേദാന്തം പറയുന്നു. നമ്മൾ എവേ ഫ്രം നേച്ചർ, പ്രകൃതിയിൽ നിന്ന് വിട്ടുപോയി. പ്രകൃതി നിയമങ്ങൾ മനുഷ്യൻ അനുസരിക്കുന്നില്ല, പ്രകൃതിയെ മനുഷ്യൻ പൂജിക്കുന്നില്ല. യഥാർത്ഥ ദൈവങ്ങളായ പ്രകൃതിയുടെ കടലുകളും തോടുകളും നദികളും പ്രകൃതി വിഭവങ്ങളും പഞ്ചഭൂതങ്ങളെയും മനുഷ്യൻ വ്യഭിചരിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ നശിപ്പിക്കാൻ തുടങ്ങി. പ്രകൃതിയെ ഒരു തരത്തിലും മനുഷ്യൻ മാനിക്കുന്നില്ല. അപ്പോൾ ഇതിനെതിരെ ഞാൻ തുടങ്ങിയ ഒരു ആഗോള സംഘടനയാണ് വേൾഡ് റിഹാബിലിറ്റേഷൻ ഓർഗനൈസേഷൻ. അത് ബെസ്റ്റ് ഡീഡ് റിഹാബിലിറ്റേഷൻ ആൻഡ് ഇന്റർനാഷണൽ ചാരിറ്റബിൾ, അതിൻ്റെ പേരിലുള്ള പുരസ്കാരമാണ് ബഹുമാനപ്പെട്ട ആദരണീയനായ മുഹമ്മദ് അലി ഡോക്ടർക്ക് ഞാൻ നൽകിയത്. ഞങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കുറേ പെർമിഷനും അവാർഡുകൾ കൊടുക്കാൻ വാങ്ങിയിട്ടുണ്ട്. സുപ്രീം കോടതി ജഡ്ജിയുടെ പേര് അതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് പല വിമർശനങ്ങളും ഞാൻ നേടാറുണ്ട്. കാരണം ഒരു വേടൻ, ഒരു വ്യക്തി ഒരു മരത്തിനെ ഒരു മഴ കൊണ്ട് എത്തുമ്പോൾ സത്യത്തിൽ അത് എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിലൂടെ വെട്ടുന്ന പോലെയാണ് ഒരു മരത്തെയോ വൃക്ഷത്തെയോ ഒരു നദിയെയോ പുഴയെയോ നശിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ പലതരത്തിലുള്ള ദൈവത്തെ കാണാൻ അമ്പലങ്ങളിലും പള്ളികളിലും കയറി ഇറങ്ങുന്നു. നമ്മുടെ കണ്ണിൻ്റെ മുന്നിലൂടെയുള്ള ഒരു നദിയോ പുഴയോ അല്ലെങ്കിൽ ഒരു കാടോ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള വിഭവങ്ങളെ നിങ്ങൾ ഇങ്ങനെ നശിപ്പിച്ച് കണ്ണിൽ കാണാത്ത ദൈവത്തെ തിരഞ്ഞെടുക്കുന്ന നമ്മൾ എത്ര പൊട്ടന്മാരാണ്. അപ്പം നിങ്ങളൊക്കെ പ്രകൃതിയുടെ ഉപാസകരാവണം. ഞാൻ ഈ പ്രകൃതി ചികിത്സയിലേക്ക് വരാൻ കാരണം നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല, ഞാൻ റിസർച്ച് നടത്തുന്നത് മോഡേൺ മെഡിസിനിലാണ്. എനിക്ക് 7 ബിരുദങ്ങൾ, 2 ഡോക്ടറേറ്റുകൾ, നിയമത്തിലും PhD, ഇതൊക്കെ മോഡേണിലാണ്. പക്ഷേ ഞാൻ പ്രകൃതി ചികിത്സകരെ എവിടെ വിളിച്ചാലും പോകാറുണ്ട്. അടുത്ത കാലം വരെ പാരമ്പര്യ വൈദ്യന്മാർ വിളിക്കുമ്പോൾ പോയിരുന്നു. ഇപ്പം അതിന് കുറെ കള്ളനാണയങ്ങൾ കയറിയത് കൊണ്ട് ഞാൻ പാരമ്പര്യ വൈദ്യന്മാരുടെ മീറ്റിങ്ങിന് ഞാനിപ്പോൾ വിളിച്ചാലും പോകാറില്ല. കാരണം വേദനാ നിർഭരമായ അനുഭവങ്ങളാണ് എനിക്ക് വരുന്നത്. അത് അവരുടെ തിരിച്ചറിവില്ല എന്ന് വന്നതാണ്. പക്ഷെ പ്രകൃതി നാച്ചുറോപ്പതിക്കാർ ആര് വിളിച്ചാലും DNYS, BNYS, ഇപ്പം നാച്ചുറോപ്പതിയുടെ ഡോക്ടറേറ്റ് വരണ്ട്. അത് കൊടുക്കുന്ന 15ഓളം യൂണിവേഴ്സിറ്റിയുടെ ചുമതല എനിക്കുണ്ട്. ആൾട്ടർനേറ്റീവ് മെഡിസിനിൽ ഞാൻ ഡോക്ടറേറ്റ് കൊടുക്കുന്നുണ്ട്. ഇതപ്പോൾ നമ്മുടെ മുഹമ്മദ് അലി ഡോക്ടർക്ക് ഞാൻ ആൾട്ടർനേറ്റീവ് മെഡിസിൻസിൽ ഡോക്ടറേറ്റ് കൊടുക്കാൻ പോകുന്നു. അത് ഓണറിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചുമതലയുള്ള എനിക്ക് തീർച്ചയായും പറയാൻ കഴിയും, മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നതും പ്രകൃതി വിഭവങ്ങളെ തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്തതുമാണ് മനുഷ്യൻ ഇന്ന് കാണുന്ന എല്ലാവിധ ദോഷങ്ങൾക്കും കാരണം. എന്തുകൊണ്ട് ആടുമാടുകൾക്കും മൃഗങ്ങൾക്കും രോഗം വരുന്നില്ല? അവർ പച്ചക്കറികളും ഇലകളും പുല്ലൊക്കെ റോ ആയി പച്ചയ്ക്ക് തിന്നുന്നു. നമ്മൾ അതിനെ മുഴുവൻ വേവിക്കുന്നു. അപ്പോൾ എല്ലാ ഔഷധ ഗുണവും നഷ്ടപ്പെടുന്നു. നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ മുഴുവൻ വേവിക്കുന്നു. നിങ്ങൾക്കറിയാമോ, കിഴങ്ങ് വർഗത്തിലാണ് ഞാൻ വലിയൊരു, എനിക്ക് തന്നിരിക്കണം ഈ 15-20 മിനിറ്റ്. കാരണം നിങ്ങൾക്കൊക്കെ സംസാരിക്കണം. ഞാനൊരു നീണ്ട പ്രസംഗം, ഞാൻ ജീവിതത്തിൽ കണ്ടെത്തിയ ഒരു 5 അത്ഭുതങ്ങളും കാര്യങ്ങളും കൂടി നിങ്ങൾ ഈ കുറച്ച് പേരെ ഉള്ളെങ്കിലും ഞാൻ ജീവിതത്തിൽ കണ്ടെത്തിയ, ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ കണ്ടെത്തിയ ഒരു 4-5 അത്ഭുതങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ ക്ലാസ് നിർത്തുകയാണ്. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ മെഡിക്കൽ സഹായം ചെയ്യാം. വിദ്യാഭ്യാസം, ആരോഗ്യം, എന്താവട്ടെ. ഏത് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി തരാനും PhD വരെ, DSc വരെ, PDF-ഓ, ഇതൊക്കെ 15ഓളം യൂണിവേഴ്സിറ്റിയുടെ എന്ത് വേണമെങ്കിലും ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. എൻ്റെ ജോലി തന്നെ നിങ്ങളൊക്കെ രത്നങ്ങളാക്കുക എന്നുള്ള. നമ്മുടെ ഭാരതത്തിൽ രത്നങ്ങളില്ല. അപ്പോൾ അതാണ് എൻ്റെ ജോലി. ഓരോ വ്യക്തിയും ഭാരതീയന് രത്നമാവണം. ഈ ഇദ്ദേഹത്തെ പോലെ, പാലാക്കാരനെ പോലെ, മുഹമ്മദ് അലിയെ പോലെ, ഈ ഇക്ബാൽ സാറെ പോലെ, ടീച്ചറെ പോലെ, ഇവരൊക്കെ കുറെ രത്നത്തിന്റെ വഴി കൂടെ പോകുന്നുണ്ട്. പക്ഷെ തിളക്കം ചിലപ്പോഴേ ഉള്ളൂ. നിങ്ങൾ 24 മണിക്കൂർ ഇന്ന് രത്നങ്ങളാവണം. അതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ ആദ്യമായി പറയട്ടെ, ഈ പ്രകൃതിയുടെ പ്രധാന ഭക്ഷണങ്ങൾ
അത് റോ എന്ന് വിട്ട് പുഴുങ്ങി വേവിച്ച് കഴിക്കാൻ തുടങ്ങിയ മുതൽ മനുഷ്യൻ അപകടത്തിലായി. അപ്പം ഞാനിപ്പോൾ എല്ലാവരോടും പറയാറുണ്ട്, ഭക്ഷണം പകുതി വേവിച്ചേ കഴിക്കാവൂ, അത് ഓർഗാനിക്. ഇപ്പോൾ രാസവളങ്ങളുടെയും മറ്റ് കെമിക്കൽസുകളുടെയും ഒരു ലോകമാണ്. ഇപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു ലോകത്തിലെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ രോഗം ഈ ഫുഡ് അൾസറാണ്. അല്ല, ഞാൻ കണ്ടെത്തി മനുഷ്യൻ്റെ ഏറ്റവും വലിയ രോഗം ആർത്തിയാണ്, അത്യാഗ്രഹം. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ട് അലക്സാണ്ടറെ പോലെ കയ്യും പുറത്തിട്ട് ചാവുക. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് കോടാനുകോടി ബാങ്കിലിട്ട് അടുത്ത തലമുറയ്ക്ക് തമ്മിത്തല്ലുണ്ടാക്കി അത്യാഗ്രഹ നിമിത്തം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളതൊക്കെ പ്രകൃതി തന്നിട്ടുണ്ട്. പക്ഷെ അത്യാഗ്രഹത്തിനൊന്നുമില്ല. ഞാൻ ഓരോ മനുഷ്യനെയും ശരിക്ക് പഠിക്കുന്ന ആളാണ്. കാരണം അത് മനഃശാസ്ത്രവും മനോരോഗശാസ്ത്രത്തിലും ഡിഗ്രിയും PhD ഉള്ള ആളാണ്. അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ആർത്തി എത്ര കിട്ടിയാലും മതി വരാത്ത ഒരു മനുഷ്യൻ്റെ. അപ്പം ഞാനിപ്പോൾ ലോകത്ത് എവിടെ ചെന്നാലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയല്, നിങ്ങൾ 2 കാര്യത്തിന് മാത്രമേ ആർത്തി പാടൂ. ഒന്ന് അറിവിന് വേണ്ടി, 2 നന്മയ്ക്ക് വേണ്ടി. ടേസ്റ്റി ഓഫ് നോളജ്, ടേസ്റ്റി ഓഫ് ഗുഡ്നെസ്. നിങ്ങൾ ഇതിനായിരിക്കണം ആർത്തി കാണിക്കണം. പണത്തിന് ഈ മഹാത്മാഗാന്ധിയുടെ നോട്ട് തിന്ന് പുഴയും കായലും കടലും പ്രകൃതി വിഭവങ്ങളൊക്കെ നശിപ്പിച്ച് അവസാനം ഈ മഹാത്മാഗാന്ധിയുടെ 500, 1000, 2000 നോട്ട് തിന്നും മരിക്കേണ്ട ഒരു ഗതികേട് മനുഷ്യവംശം വരുമെന്ന് അപ്പം എൻ്റെ പേടി. കാരണം എല്ലാം നശിപ്പിക്കുകയാണ് ആർത്തി നിമിത്തം. എന്നിട്ട് ബാങ്കിൽ ഞാനൊരു സമ്പന്നനാണ്, എനിക്ക് കുറെ കഴിവുണ്ട്, ഡിഗ്രി ഉണ്ട്. അപ്പം ഞാൻ ഈ ടീച്ചറോട് പറഞ്ഞു, നമ്മളിപ്പോൾ 1ാം ക്ലാസ്സിലാണ്, ഇത്രയും പഠിച്ച ഞാൻ LKG പോയി വീണ്ടും പോകണമെന്നുള്ളൊരു ഘട്ടത്തിലാണ്. കാരണം പുതിയ പുതിയ അറിവ് എക്സ്പ്ലോർ ദ ആൾ അവന്യൂസ് ടു പ്രൊവൈഡ്. നമ്മൾ ഈ എക്സ്പ്ലോർ ചെയ്യാണ് അറിവ്. ഞാൻ പഠിച്ച കുട്ടിക്കാലത്ത് പഠിച്ച പലതും തെറ്റാന്ന് ഞാൻ തന്നെ കണ്ടെത്തി, പല മെഡിസിനുകളും തെറ്റാന്ന് ഞാൻ തന്നെ കണ്ടെത്തി. പക്ഷെ ഇതെല്ലാം പ്രകൃതിയിലുണ്ട്. അപ്പോൾ ഈ അത്യാഗ്രഹം, ആർത്തി, അത് നന്മയ്ക്കും അറിവിനും വേണ്ടിയല്ലാതെ അത് പണത്തിനും ലോകം വെട്ടിപ്പിടിക്കാനും അലക്സാണ്ടർ ചക്രവർത്തി ചെയ്ത പോലെ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ട് എന്താ പ്രയോജനം? അപ്പൊ നിങ്ങൾ എത്ര നന്മ ലോകത്ത് ചെയ്യുന്നു, എത്ര അറിവ് നേടുന്നു, നിങ്ങളുടെ ഗുണങ്ങളാണ് നിങ്ങളുടെ ആയുധം. പലരും പറഞ്ഞു കുറെ ഡിഗ്രി കിട്ടിയാൽ കുറെ പണം ബാങ്കിലിട്ടാൽ ഞാൻ വലിയ ഗമയില്ല. നിങ്ങളുടെ ക്വാളിറ്റിയാണ് നിങ്ങളുടെ ആയുധം. തിരിച്ചറിവും ക്ഷമയും സഹകരണവുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ. ഈ തിരിച്ചറിവില്ലായ്മയും ക്ഷമയില്ലായ്മയും സഹകരണമില്ലായ്മയാണെന്ന് ഭാരതത്തിൻ്റെ പരാജയം. പ്രകൃതി ഇതന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. മാറ്റം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നവരോടൊക്കെ പറയുന്നു, നിങ്ങൾക്കൊക്കെ മാറ്റം വന്നു പറ്റും. ഞാൻ പഠിച്ചു ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്താ നിങ്ങൾക്കറിയുമോ? പലരും പറയും യൂണിയൻ ബാങ്കിൽ, കനറ ബാങ്കിൽ, SBI ഇൻഷുറൻസ് എടുക്കൽ അല്ല. നിങ്ങൾക്ക് വരുന്ന മാറ്റം. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും മാറ്റം വരണം. ഒരു പുതിയ ദിശ, പുതിയൊരു ടേണിംഗ് പോയിന്റ്. നിങ്ങളൊക്കെ പുതിയ മനുഷ്യരായി പുതിയ പുതിയ മാറ്റത്തിന് നിങ്ങൾക്ക് ആ മാറ്റം, ചേഞ്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ഇത് കണ്ടെത്തിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അത് പ്രകൃതിയിൽ നിന്ന് തുടങ്ങണം. പ്രകൃതി തന്നെ പല മാറ്റങ്ങളും വരുന്നു. ആ പ്രകൃതിയുടെ ആത്മഹത്യകളാണ് സുനാമിയും കൊറോണ വൈറസും ഭൂകമ്പവും എർത്തുവേക്കും മാറാം. കാരണം പ്രകൃതി മടുത്തിരിക്കുകയാണ് മനുഷ്യന്റെ ആർത്തി നിമിത്തം. ഇപ്പൊ പറഞ്ഞു എല്ലാം നശിപ്പിച്ചു, പ്രകൃതിയിൽ ഇനി ഒന്നുമില്ല, വിഭവങ്ങളൊക്കെ നശിപ്പിച്ചു. ഇവിടുത്തെ മൂലകങ്ങളും വിറ്റാമിൻസും ഒക്കെ ഇപ്പൊ ഞങ്ങൾ ലാബിലാണ് ഉണ്ടാക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഡിഗ്രി ഉള്ളത് എനിക്ക് ന്യൂട്രീഷനിലാണ്. അതിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂട്രീഷനിൽ വിസിറ്റിംഗ് സയന്റിസ്റ്റും അധ്യാപകനും കൂടിയാണ് ഞാൻ. ഇപ്പൊ പ്രകൃതിയിൽ ന്യൂട്രീഷൻസ് ഇല്ല, ലാബിലുള്ള ന്യൂട്രീഷൻസ് ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ സപ്ലിമെന്റാണ് കൊടുക്കുന്നത്. ഒരു മനുഷ്യന് കുറച്ച് സൂര്യപ്രകാശം കൊള്ളാൻ പോലും മനുഷ്യന് തുണി അയച്ചിട്ട് അതും 98% അടച്ച് കണ്ണ് മാത്രം കാണിച്ചപ്പോൾ ചിലർ നടക്കുന്നത്. പകൽമാന്യന്മാര്, പകൽ വനിതകള്, ഇവരൊക്കെ പകലാണ്. കാരണം ശരീരത്തിൽ ഇത്തിരി സൂര്യപ്രകാശം കൊള്ളാനോ ഇത്തിരി നേരം ശരിക്കും കടന്നുറങ്ങാനോ ഒരു 3-4 ലിറ്റർ വെള്ളം കുടിക്കാനോ പഞ്ചഭൂതങ്ങളെ ഇതിനൊന്നും ഇപ്പം മനുഷ്യന് നേരമില്ല. പോഷകാഹാരമുള്ള ഭക്ഷണം കഴിക്കാൻ നേരമില്ല. എല്ലാവരും ഇന്ന് കേരളത്തിൽ 3 അപകടം എന്താണെന്ന് ഞാൻ കണ്ടെത്തി. അതിലൊന്നാണ് പൊറോട്ട, 2 ഓട്ടോറിക്ഷ, 3 ബേക്കറി. ഇത് 3ഉം കൂടിയായിട്ട് ഇപ്പം ഇന്ന് കേരളീയരാകെ കുടുങ്ങിയിരിക്കുക. ഒന്ന് മൂത്രമൊഴിക്കാൻ ഒരു ഓട്ടോറിക്ഷ വേണം, കഴിക്കുന്നത് മുഴുവൻ ബേക്കറി. ഞാനൊരു പഠനം നടത്തി, 6 മാസം നിങ്ങൾ ബേക്കറി സാധനം മുഴുവൻ കഴിക്കാതിരുന്ന നിങ്ങൾക്ക് ഒരു രോഗവും വരില്ല. ഈ ബേക്കറി ഉണ്ടാക്കുന്ന അപകടങ്ങൾ എത്രയറിയും. ഈ പ്രകൃതിക്കെതിരായുള്ള പ്രവർത്തനം. നമ്മുടെ വായിലെ നാവിൻ്റെ സ്വാദ് അത് നിങ്ങൾ ഒഴിവാക്കിയാൽ മതി. വയറിന് പിടിക്കുന്നത് കഴിക്കുക. വായിലെ നാവിൻ്റെ സ്വാദിന് കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് മിക്ക പ്രശ്നങ്ങളുടെയും തുടക്കം. അല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ സ്വാദുള്ളത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു, ഈ സ്വാദ് നമ്മുടെ വയറിന് പറ്റില്ല. ശരിയല്ലേ? അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്, ഈ പ്രകൃതിയിലെല്ലാം ഉണ്ട്.
വിറ്റാമിനുകൾ, മിനറലുകൾ, ഫാറ്റി ആസിഡുകൾ, അതിൽ 31 വിറ്റാമിനുകൾ, 15 മൂലകങ്ങൾ, 50 അമിനോ നൈട്രിക് ഓക്സൈഡുകൾ, ഇതൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഏത് രോഗത്തിന് ഏത് ന്യൂട്രിയൻസ് കഴിക്കണം എന്ന് കണ്ടുപിടിക്കലാണ് ഞങ്ങളുടെ പണി. അലക്സാണ്ടർ ഫ്ലെമിംഗ് നോബൽ സമ്മാനം കിട്ടിയത് പറഞ്ഞ പോലെ ഈ പ്രകൃതിയിലെല്ലാം ഉണ്ട്, അത് തിരിച്ചറിയാൻ മനുഷ്യന് നേരമില്ല. ഇത് കണ്ടെത്താൻ വേണ്ടി ഞാൻ അനവധി തവണ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടന്നു. പല രോഗങ്ങൾക്കും ഞാൻ മരുന്നുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ പ്രകൃതി വിഭവങ്ങളാണ്. അൽഷിമറിന് ഞാൻ ചെന്നെത്തി. അൽഷിമറിന്റെ ഏറ്റവും നല്ല മരുന്ന് എന്താ അറിയോ? ഇലക്കറികളും മത്തന്റെ വിത്തും. ഇത് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ എൻ്റെ പുസ്തകത്തിൽ അതിലുണ്ട്. നിങ്ങൾ ഇലക്കറികൾ പകുതി വേവിക്കുക, മത്തന്റെ വിത്ത് തിന്നുക. വിറ്റാമിൻ K1 K2 ഫിനാക്കിനോൺ മെനാക്കിനോൺ. മത്തന്റെ വിത്തിൽ സിങ്കുമുണ്ട്. ബദാം പരിപ്പ് കഴിക്കുക, മാഗ്നീഷ്യം ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മക്കുറവ് വരും. ഇതൊക്കെ പ്രകൃതിയിലുണ്ട്. അതുപോലെ പാർക്കിൻസൺ, അതിനും കണ്ടെത്തി ഈ സിങ്കിന്റെ കുറവ് കൊണ്ടാണ് 19ാമത്തെ പാർക്കിൻസൺ വരുന്നത്. സിങ്ക് എന്ന് പറയുന്ന ഇത് മത്തന്റെ വിത്തിലും പപ്പായ വിത്തിലും തണ്ണിമത്തനിലുമുണ്ട്. ഡിപ്രഷന്റെ കാരണം ഞാൻ ബേസിക്കലി PhD സൈക്കാട്രിയാണ്. 2013 കസാക്കി യൂണിവേഴ്സിറ്റിയിൽ 23 കൊല്ലത്തെ ഗവേഷണത്തിന് ശേഷം ലോകത്തിൽ ഒരു വിദ്വാനേ ഉള്ളൂ വട്ടിന്റെ PhD. സ്കിസോഫ്രീനിയ, ബൈപ്പോളർ, ഭ്രാന്തിന്റെ ഡോക്ടറേറ്റ് കിട്ടിയ ഒരാളാണ് ഞാൻ. എൻ്റെ ഭാര്യ പ്രൊഫസർ ആയതുകൊണ്ട് ഇത് ചെറുക്കൊന്നും വേണ്ട. എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് വരുന്നവരൊക്കെ ഭ്രാന്തന്മാർ, അത് മാറ്റണമെന്ന് ഭാര്യയുടെ നിർബന്ധം കൊണ്ട് ഞാൻ PhD ന്യൂറോളജി അമേരിക്കയിൽ നിന്ന് എടുത്തു, കാലിഫോർണിയ പബ്ലിക് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ വട്ട് പഠിക്കാൻ പോയപ്പോഴാണ് ഞാൻ ഈ ഹോർമോൺ ഇംബാലൻസും ബ്രെയിനിലും, അപ്പൊ ക്യാൻസറും മനോരോഗമായിരുന്നു എൻ്റെ പ്രധാന സബ്ജക്റ്റ്. അതിപ്പോ സാർ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ കോശത്തിന്റെ ഉള്ളിന്റെ, ഞാൻ ഈ 5 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ കണ്ടെത്തിയ 5 കാര്യം ഇവിടെ റിവീൽ ചെയ്യാണ്. എനിക്ക് നോബലും വേണ്ട, അത് കഴിഞ്ഞിട്ട് 5ാമത്തെ അവാർഡ് വാങ്ങിയ ആളാണ് ഞാൻ, നേപ്പാൾ പ്രധാനമന്ത്രി. ഇതിലൊന്നും വലിയ കഥയില്ല. അവാർഡ് ഇപ്പൊ അവാർഡ് തന്നെ നിരസിക്കുന്ന ആളാണ്. ഞാനിത് നിർബന്ധിച്ചപ്പോൾ ഇതിലൊന്നും കാര്യമില്ല. ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾക്കിതൊന്നും വേണ്ട. നമുക്ക് നല്ലത് ചെയ്യുക, നന്മ ചെയ്യുക, ഇൻഡെലിബിൾ സിഗ്നേച്ചർ, ഈ ഭൂമിയിലെ വലിയ കയ്യൊപ്പ് ഉണ്ടാക്കിയിട്ട് മരിക്കുക. ഇനിയിപ്പോൾ നോബലും വേണ്ട, 8.5 കോടിയും വേണ്ട, 1000 കോടിയും വേണ്ട. ഇത് പറയാനും കാരണമുണ്ട്, എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ പാവങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ID കാണിച്ചു തരാം. എൻ്റെ അവയവങ്ങളൊക്കെ ബാംഗ്ലൂർ നിംഹാൻസിന് ഞാൻ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ഒരു 100 പേരെങ്കിലും രക്ഷപ്പെടുത്താൻ. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ കത്തിക്കണേക്കാൾ ഭേദമല്ലേ. അപ്പോൾ അത് നിംഹാൻസിന് കൊടുത്തു, സമ്പത്തൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊരു വലിയ കാഴ്ചപ്പാടിലേക്ക് ഇന്ന് മുതൽ മാറണമെന്നാണ്. കുറച്ച് പേരെ എൻ്റെ മുമ്പിലുള്ളൂ. ഞാൻ ഇവിടെ ഒരു 10-100 ആളൊക്കെ വരും, കുറെ വിദഗ്ധർ വരും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ വന്നവരൊക്കെ കടഞ്ഞെടുത്ത നെയ്യാണ്. ബാക്കിയുള്ളവരൊക്കെ അവർക്ക് അതിന് ഭാഗ്യമില്ല. ഈ എന്നാലും എന്നെ തേടി കുറച്ച് ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കേൾക്കണമെങ്കിലും മുമ്പിലിരിക്കണമെങ്കിലും യോഗ്യന്റെ മുമ്പിലിരിക്കണമെങ്കിലും യോഗ്യത വേണം. അയോഗ്യന്റെ ഒപ്പം യോഗ്യം കൂടരുത്. യോഗ്യൻ ഡിസ്ക്വാളിഫൈഡ് ആവും. ഇത് എൻ്റെ ഞാനൊരു തത്വചിന്തകനും കൂടി. ഒരിക്കലും അയോഗ്യന്മാരുടെ ഒപ്പം കൂടുകയും ചെയ്യരുത്, ഫേക്കുകളോടൊപ്പം കൂടുകയും ചെയ്യരുത്. ഡിസ്റ്റൻസ് പാലിക്കണം. നമ്മളും ഡിസ്ക്വാളിഫൈഡ് ആയി മാറും. ഇത് ഞാൻ കണ്ടെത്തി. അപ്പോൾ യോഗ്യരുടെ ഒപ്പം സഞ്ചരിക്കാം. അപ്പോൾ നിങ്ങളൊക്കെ യോഗ്യരാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നവർ. കാരണം അയോഗ്യന്മാർക്ക് ഇവിടെ വരാൻ ദൈവം പാസ് കൊടുത്തില്ല. രക്ഷപ്പെട്ടു, അവർ രക്ഷപ്പെട്ടു, ഞാനും രക്ഷപ്പെട്ടു. ഈ കൊള്ളരുതാത്തവനെ പഠിപ്പിക്കണ്ടല്ലോ. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ മസ്തിഷ്ക രോഗങ്ങൾക്കും ക്യാൻസറിൻ്റെയും മൂല കാരണം എൻ്റെ ഈ 30 കൊല്ലത്തെ ഗവേഷണത്തിൽ നമ്മുടെ കോശത്തിൻ്റെ ഉള്ളിലേക്ക് ഓക്സിജൻ ശരിക്ക് കയറാത്തതാണ് മസ്തിഷ്ക രോഗങ്ങൾക്കും ക്യാൻസർ അഥവാ പുട്ടിനോയ് അഥവാ നസൂർ. ക്യാൻസറിൻ്റെ 80 തരം ക്യാൻസർ ഉണ്ട്. നമുക്ക് 80 അവയവമുണ്ട്. പണ്ട് ഹൃദയത്തെ, ഇപ്പം ഞങ്ങൾ ഹൃദയപേശികൾക്കും ക്യാൻസർ വരാം. അപ്പം നിങ്ങൾ ഒരു ക്യാൻസർ രോഗിയോ മസ്തിഷ്ക രോഗിയോ വന്നാൽ അവർ അയേണും അവരുടെ HBയും അവർക്ക് യോഗ പഠിപ്പിക്കണം. യോഗയ്ക്ക് ഈ ക്യാൻസറിലും മസ്തിഷ്ക രോഗങ്ങളിലും വളരെ പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ സെല്ലുകളിലേക്കൊക്കെ ഓക്സിജൻ എത്താത്താണ് മിക്ക രോഗങ്ങളുടെയും മൂലം. ഈ സെല്ല് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇപ്പം നടത്തുന്ന കീമോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, പ്രോട്ടോൺ, ഇതൊക്കെ ഒരു തട്ടിപ്പിൻ്റെ വശമാണെന്നും ക്യാൻസർ ചികിത്സ ഒരു തട്ടിപ്പിൻ്റെ മായ, ഇതൊക്കെ കണ്ടെത്തിയ ഒരാളാണ് ഞാൻ. എവിടെ ചെന്നാലും പ്രോട്ടോൺ ബീം ഒരു യന്ത്രത്തിൽ കൂടെ കയറ്റി, കീമോ, ടാർഗറ്റ്, ഇതുകൊണ്ട് അങ്ങനെ ക്യാൻസർ ഭേദം. അപ്പോൾ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കോശങ്ങൾ എത്തുന്നില്ല. കോശത്തിൻ്റെ ഉള്ളിൻ്റെ, അതാണ് റൂട്ട് കോസ്. ഞാൻ ചികിത്സിക്കുന്ന സിസ്റ്റത്തിൻ്റെ പേരാണ് ഫങ്ഷണൽ മെഡിസിൻ. ഞാൻ മറ്റ് ഡോക്ടർമാരെ പോലെയല്ല. ആദ്യം മൂലകാരണത്തിൻ്റെ മൂലകാരണം കണ്ടെത്തും. 2, അവൻ്റെ ഡയറ്റും ജീവിത രീതിയും മാറ്റാൻ പറയും. 3, ഞാൻ ഹോൾ ബോഡി ട്രീറ്റ്മെൻറ്റ് ചെയ്യും. നിങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കണം ചികിത്സിക്കേണ്ടത്. അല്ലാതെ 2 ഗുളിക 2 മരുന്ന്, ഒറ്റമൂലി എന്നൊന്നില്ല. ഒറ്റമൂലി എന്ന് പറയുന്നത് പലരും ഒരു അഭ്യാസമാണ്. പക്ഷെ പനേസിയ എന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷനുണ്ട്.
അപ്പൊ നിങ്ങളൊക്കെ ഒരു രോഗി മുന്നിൽ വന്നാൽ, ഒരു വ്യക്തി വന്നാൽ അവന്റെ റൂട്ട് കോസ് മൂല കാരണം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചികിത്സ വിജയിപ്പിക്കാൻ പറ്റില്ല. അപ്പം മരിക്കുന്നവരെ ഒന്നുകൂടി പറഞ്ഞു, ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ, ഭക്ഷണം, ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചേഞ്ച് ആക്കാൻ അവൻ ഇതുവരെ കഴിച്ച ജീവിത രീതിയും പ്രകൃതിയിൽ നിന്ന് വിട്ടതും ഭക്ഷണവും അവന്റെ ബ്ലഡിലെ ടോക്സിനൊക്കെ ആയിരിക്കാം ഈ മാറാരോഗങ്ങൾക്കും. കാരണം സൈക്കോസൊമാറ്റിക്, ഇതാണ് എൻ്റെ റിസർച്ച് ഇപ്പോൾ. കാരണം നമ്മുടെ ശരീരത്തിന്റെ രോഗമൊക്കെ മനസ്സിനെ ബാധിക്കുന്നു, മനസ്സിന്റെ രോഗമൊക്കെ ശരീരത്തെ ബാധിക്കുന്നു. ഇതിന്റെ പേരാണ് സൈക്കോസൊമാറ്റിക് ഡിസീസ്. ഇതിലാണ് എൻ്റെ പഠനം. അപ്പൊ ഞാനൊരു ആദ്യം വന്ന അയാൾ മെന്റലി സൗണ്ട് ആണോ എന്ന് നോക്കുക. ഇന്ന് വരുന്ന എൻ്റെ അടുത്ത് വരുന്ന 99 പേരും മാനസികാരോഗ്യം ഇല്ലാത്തവരാണ്. അവർക്ക് ശരീരത്തിന് ഭയങ്കര ആരോഗ്യം, എന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഈ മാനസികാരോഗ്യം, അതുപോലെ ഗഡ്സ്, തൻ്റെ ഇടം, ഈ ധൈര്യം കുറഞ്ഞ അവസ്ഥ, ഈ ഉത്കണ്ഠ, ഭയം, പേടി, ഇതാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കുന്നതെന്നും പ്രതിരോധ ശക്തിയെ പുറകോട്ടടിക്കുന്നത് മനസ്സിന്റെ ആരോഗ്യക്കുറവാണെന്നും ഞാൻ ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ വന്ന ആൾക്ക് ആദ്യം നിങ്ങൾ മാനസിക ആരോഗ്യം കൊടുക്കണം. നിങ്ങളുടെ മുമ്പിൽ ഒരു രോഗി വന്ന, എന്നിട്ടാണ് ശാരീരിക ആരോഗ്യം, എന്നിട്ടാണ് വൈകാരിക ആരോഗ്യം. IQ, EQ, SQ, RQ. ഇതാണ് ഞങ്ങൾ കുട്ടികളിൽ നിന്ന് പഠിക്കുന്ന IQ ഇതൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഓക്സിജന്റെ അഭാവവും പിന്നെ ന്യൂട്രിയൻസ് അഥവാ പോഷകാഹാരത്തിന്റെ അഭാവവുമാണ് ഈ ലോകത്തിലെ മിക്ക രോഗങ്ങളുടെയും കാരണമെന്നാണ് എൻ്റെ 35-40 കൊല്ലത്തെ പഠനം. ന്യൂട്രിയൻസ് അത് നിങ്ങൾ പ്രകൃതിയിൽ നിന്ന് കൊടുത്താൽ മതി. നിങ്ങൾ ഇതിൻ്റെ പോലെ വിറ്റാമിൻ ഗുളിക എഴുത്, ഡീറൈസ് എഴുത്, വിറ്റാമിൻ K1, K2, അതിനൊക്കെ ലൈസൻസ് വേണം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ എല്ലാ വിറ്റാമിനുകളും മിനറലുകളും ഫാറ്റി ആസിഡും പ്രകൃതിയിലുണ്ട്. അത് ഏത് ഭക്ഷണത്തിലാണ് കണ്ടെത്തുക, കൊടുക്കുക. ഇപ്പൊ പറഞ്ഞ പോലെ അൾഷിമർ വന്ന കുറുവ നീ ഇലക്കറികള്, ചീര, മുരിങ്ങ, മത്തൻ്റെ ഇല, ചേമ്പിൻ്റെ ഇല, ചേനലില, പ്രതിരോധ ശക്തി കൂട്ടാനുള്ള ഭക്ഷണം കൊടുക്കുക. നിങ്ങൾ ഈ ഇലക്കറികൾ കൊടുക്കുക, അതുപോലെ തന്നെ ബദാം പരിപ്പ്, അതുപോലെ സിങ്ക്, മത്തൻ്റെ വിത്ത് ഭക്ഷണത്തിൽ കൊടുക്കുക, മഞ്ഞൾപ്പൊടി കഴിക്കാൻ പറയുക. ഞാൻ 3 കാര്യങ്ങൾ കണ്ടെത്തി. മസ്തിഷ്കത്തിന്റെ എല്ലാ രോഗത്തിനും നാടൻ മഞ്ഞൾപ്പൊടി, കർക്കുമിനാണ് യഥാർത്ഥ മരുന്ന്. അതുപോലെ ബ്ലഡ് ലുക്കീമിയ, അർബുദങ്ങൾക്കും ഏറ്റവും പ്രധാന മരുന്നുകളിൽ ഒന്നാണ് മഞ്ഞൾപ്പൊടി. ശ്വാസകോശത്തിന്റെ ഏത് രോഗത്തിനും നല്ലതാണ് വെളുത്ത ഉള്ളി. ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ ഏറ്റവും നല്ലതാണ് വിറ്റാമിൻ C അടങ്ങിയ പഴങ്ങൾ, ചെറുനാരങ്ങ, ഓറഞ്ച്, മൂസമ്പി, പേരയ്ക്ക. ഇത് ഞാൻ പഠനത്തിൽ കണ്ടെത്തി. ചെറുനാരങ്ങ, വിറ്റാമിൻ C അടങ്ങിയ ഭക്ഷണങ്ങളാണ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ. ഈ കൊറോണ സമയത്ത് ഞാൻ എല്ലാവരോടും പറഞ്ഞത് 2 ചെറുനാരങ്ങ പിഴിഞ്ഞ് കഴിക്കാനാണ്. ഈ വിറ്റാമിൻ C എന്നാണ് ഞങ്ങൾ ഇത് കുന്തണ്ടാക്കണം, ഏത് വില കൂടിയ വാക്സിൻ ഉണ്ടാക്കണം. മഞ്ഞൾപ്പൊടി നിന്നാണ് ഞങ്ങൾ 3.5 ലക്ഷം രൂപയുടെ ഒരു മരുന്ന്, വെളുത്തുള്ളി നിന്നാണ് ഞങ്ങൾ ലക്ഷങ്ങളുടെ മരുന്ന് ഉണ്ടാക്കണം. ഇതൊന്നൊരു ഡോക്ടർ, സയന്റിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ലാബിൽ മുഴുവൻ തട്ടിപ്പാണ്. പ്രകൃതിയിൽ നിന്നുണ്ട്. എന്നിട്ട് അതിനെ ഞങ്ങളൊരു 19 കോടിയുടെ മരുന്നുണ്ട്. നിങ്ങൾക്കറിയോ SMA, സ്പൈനൽ മസ്കുലർ അട്രോഫി. നിങ്ങൾക്ക് കേട്ടാൽ തോന്നും 19 കോടി മരുന്നിൽ എന്തൊക്കെയാണെന്ന്. പറയട്ടെ, അതിൽ ആകെ ചെലവ് 1.5 ലക്ഷമാണ്. 10 ലക്ഷം രൂപ, 10 കോടി റിസർച്ചിനും 9 കോടി ഗവൺമെന്റിന്റെ നികുതി. ഇനിയിപ്പോൾ എന്താ ഈ 1.5 ലക്ഷത്തിലുള്ള ഒരു 5-6 കണ്ടന്റാ? ഈ 10, 15, 18 കൊല്ലം റിസർച്ച് നടത്തിയതിനാണ് ഈ റിസർച്ചിലെ സ്വിറ്റ്സർലൻഡ് ഈ 19 കോടി. അതിൽ 9 കോടിയും ഇന്ത്യ ഗവൺമെന്റിന്റെ ഇമ്പോർട്ടഡ് ടാക്സാ. അപ്പൊ ഈ പ്രകൃതി എന്നുള്ള ഗുട്ടൻസ് ഇവർ പറഞ്ഞു കൊടുത്താൽ പോരെ, ശാസ്ത്രം അത് ഇവർ പറയില്ലല്ലോ. അപ്പൊ എങ്ങനെ 19 കോടി ഉണ്ടാക്കും? 3.5 ലക്ഷം രൂപയുടെ ഒരു ലുക്കീമിയയ്ക്ക് ഞങ്ങൾ മെഡിസിൻ കൊടുക്കണ്ട. കർണാടകയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞപ്പൊടിയാണ്. നിങ്ങളുടെ സൺഫാർമ ഒരു മരുന്നുണ്ടാക്കുന്നുണ്ട്, അതിൽ വെളുത്തുള്ളിയാ കണ്ടന്റ്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ പ്രകൃതിയിൽ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ എന്തിനാ ഈ മരുന്ന് തിന്ന് ചാവാൻ നടക്കണം? എന്റെ ചോദ്യം, രാസമരുന്നുകൾ എന്തിനാ അപ്ലൈ ചെയ്യുന്നു? അപ്പോൾ മരുന്ന് കമ്പനിയിൽ ഒരു റെപ്പിന് വരെ ഇപ്പോൾ 1.5 ലക്ഷം 2 ലക്ഷം ശമ്പളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൊക്കെ ഇപ്പോൾ മരുന്ന് കമ്പനിക്കാരാണ്. ഞങ്ങളെ പോലുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ കൂട്ടും പിടിച്ച് ഓരോ മരുന്നുണ്ടാക്കി. ഇപ്പോൾ എനിക്ക് ഹൈദരാബാദിൽ തെലങ്കാനയുടെ ചുമതലയാണ്. 12 ഏക്കർ ഓണറബിൾ നരേന്ദ്രമോദി സാറ് ഉദ്ഘാടനം ചെയ്യുന്ന അവിടെ മരുന്ന് വികസിപ്പിക്കാൻ ഡോക്ടർ വരണം, എല്ലാ ചെലവും പ്രോട്ടോകോള്. ഞാനും മുഹമ്മദ് അലി 3 പേരും അപ്പം ഇപ്പോൾ ഹൈദരാബാദിലേക്ക് 12 ഏക്കർ തന്നിട്ടുണ്ട്. ഇതിൽ എന്താ ചെയ്യാന്ന് അപ്പോൾ ഇത്തരത്തിൽ എല്ലാ രംഗത്തും ഇന്ന് ഈ മാൽ പ്രാക്ടീസ്, പ്രകൃതിയിൽ നിന്ന് വിട്ട രാസമരുന്നുകൾ ഉണ്ടാക്കി അതിൻ്റെ പരിണത ഫലങ്ങളും ദുരിതങ്ങളും മനുഷ്യവംശം അനുഭവിച്ച് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ ഒരു മരുന്ന് കൊടുത്താൽ 4 രോഗം പുതിയതുണ്ടാക്കണം. അപ്പൊ ചികിത്സ കഴിയുമ്പോൾ ആദ്യത്തെ ഭേദമാവണം, 4 രോഗം പുതിയതുണ്ടാവും. പ്രത്യേകിച്ച് സൈക്കാട്രിക് മെഡിസിനിൽ എത്ര അപകടം എന്നറിയും സൈക്കാട്രിക് മെഡിസിൻ. അപ്പോൾ
ഇത്തരത്തിൽ നമ്മുടെ ചില ലോജിക്, നമ്മുടെ ബുദ്ധിപരമായ ഇതിലൂടെ തന്നെ പലതും മാറ്റാം. അടുത്തത് ഇപ്പോൾ 2 കുട്ടൻസ് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ നിങ്ങളോടൊരു രഹസ്യം പറയുകയാണ്. 3 ഭക്ഷണങ്ങൾക്ക് ഈ ലോകത്തിലെ എല്ലാ രോഗങ്ങളെയും ഭേദമാക്കാനുള്ള കഴിവുണ്ട്. ആ കുട്ടൻസ് കൂടി പറഞ്ഞുതരാം. അതിൽ ഒന്നാണ് എള്ളും എള്ളെണ്ണയും. നിങ്ങളുടെ രോഗി ഏതോ ആയിക്കോട്ടെ, ഒരു മനുഷ്യന്റെ ആരോഗ്യം പറയുന്നത് വാസ്കുലാർ ഹെൽത്താണ്, രക്തക്കുഴലുകളുടെ ആരോഗ്യമാണ്. ഇതിന് എള്ളും എള്ളെണ്ണയും 2 സ്പൂൺ എള്ളെണ്ണയോ എള്ളോ കഴിച്ചാൽ നിങ്ങൾ ഒട്ടുമിക്ക, ഞാൻ പനേസിയ എന്ന് പറയാൻ ആദ്യം പറഞ്ഞു, പനേസിയ എന്നൊന്നും ഇല്ലെങ്കിലും ഈ ഭൂമിയിലെ അത്ഭുതമായ ഒരു മരുന്നാണ് എള്ളും. 2 സ്പൂണ് ഡെയിലി കഴിച്ചാൽ മതി. ഒരു അത് ചക്കിലാട്ടിയ എള്ളെണ്ണ വേണം. 2, ഞാൻ കണ്ടെത്തി സർവ്വരോഗങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലിയാണ് പച്ചച്ചീര. കാരണം ഇവിടെ തമിഴ്നാട്ടിൽ ഒരു കോടീശ്വരുണ്ട്, അപ്പോൾ ആസ്തി 200 കോടിയാ. ഇവൻ കിഡ്നിക്ക് ഒരു മരുന്നുണ്ടാകുന്നുണ്ട്. ആ മരുന്നുണ്ടാക്കുന്നത് ഈ പച്ചച്ചീര ഉണക്കിപ്പൊടിച്ചിട്ടാണ്. ഞാൻ രഹസ്യം, ഇവൻ ആരോടും ഇത് പറയണില്ല. ദന്തബിനി ഉണ്ടാക്കി ഈ കോടികൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ചെന്ന് നോക്കുമ്പോൾ പച്ചച്ചീര ഉണക്കിയ എന്നാണ് ഇവൻ ഈ മരുന്നുണ്ടാക്കുന്നത്. 3, സർവ്വരോഗ സംഹാരിയാണ് വെളുത്തുള്ളി. ഈ 3 ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. രോഗപ്രതിരോധ ശേഷി കൂടാൻ ഏറ്റവും നല്ല മരുന്നാണ് പച്ചച്ചീര, നെല്ലിക്ക, വെളുത്തുള്ളി, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ആപ്പിൾ. ഇതെല്ലാം പ്രകൃതിയുടെ, നമ്മുടെ പ്രതിരോധ, നമുക്ക് 9 സിസ്റ്റമാണുള്ളത്. ഇതിൽ ഈ ഏറ്റവും പ്രധാനമാണ് ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ പ്രതിരോധ ശക്തി വീക്കാവുമ്പോൾ, മാനസിക ആരോഗ്യം കുറയുമ്പോൾ എല്ലാ ഇൻവേഡേഴ്സും പുറത്തുനിന്ന് നമ്മളെ ആക്രമിക്കുന്നു, നമ്മൾ രോഗിയാവും. അപ്പോൾ ഞാനെപ്പോഴും മാനസികാരോഗ്യത്തിന് പ്രൊമോഷൻ കൊടുക്കുക. കാരണം എൻ്റെ അടുത്ത് വരുന്നവരൊക്കെ കാരണം വട്ടന്മാരുടെ ഡോക്ടറിന്റെ പേരെന്നെ, പിന്നെന്താ സഹിക്കുക. അപ്പോൾ ഈ മാനസികാരോഗ്യം നന്നാവാത്തടത്തോളം കാലം ശാരീരിക ആരോഗ്യം രക്ഷപ്പെടില്ല. അപ്പം നിങ്ങൾ ഇനി അടുത്തത് ഞാൻ കണ്ടെത്തിയ ഒരു റിസർച്ചാണ് ലോഞ്ചവിറ്റി. എത്ര പേർക്ക് അറിയാം ആയുസിന്റെ രഹസ്യം? നിങ്ങൾക്കൊക്കെ ഒരു 150 കൊല്ലം ജീവിച്ചിരിക്കണം എന്നുണ്ട്. വല്ല മരുന്നുണ്ടോ കടയിൽ? സാറിന് വല്ല മരുന്നുണ്ടോ? സാറ് പറയും ഇതാ വലിയ ഇപ്പൊ നോബൽ സമ്മാനം കിട്ടാൻ ഞാൻ വിഷയം. ഞാൻ നോബലിന് 2018 ശുപാർശ ചെയ്യപ്പെട്ടതാണ് അൽഷിമറിന്റെ. പക്ഷെ എനിക്ക് അല്ല, എന്നിരുന്നാലും അങ്ങക്ക് ഒരു ലോഞ്ചവിറ്റി, എനിക്കൊരു 100 വയസ്സിലും ഇത് അടിച്ചു പൊളിക്കണം. ഈ ഇതിന്റെ ഗുട്ടൻസ്. അപ്പൊ പലരും പറയും എന്നെ ദൈവം അനുഗ്രഹിച്ചില്ല, എന്നെ ദൈവം വീണ്ടും കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തുക്കളൊക്കെ മരിച്ചു, അവരെ ദൈവം കൊണ്ടുപോയി, വേഗം അങ്ങോട്ട് നടത്തി. ഇത് എന്താണ് ലോഞ്ചവിറ്റി എന്ന് ലോകത്ത് പലർക്കും അറിയില്ല. ഇതിന്റെ ഗുട്ടൻസ് എന്ന് പറയുന്നത്, ഇവരെ പറ്റി ഗവേഷണം നടത്തും. നമ്മുടെ ശരീരത്തിൽ കുറെ എൻസൈമാറ്റിക്കൽ ക്രിയേഷൻ ഉണ്ട്, ഉപാപചയ പ്രവർത്തനം. ഈ ഉപാപചയ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം മനുഷ്യന്റെ ആയുസ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ 2500-ലേറെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് മാഗ്നീഷ്യം. മാഗ്നീഷ്യത്തിന്റെ ജോലി 800 പ്രവർത്തനം. ഞങ്ങളുടെ മാഗ്നീഷ്യം എന്ന് പറഞ്ഞൊരു മൂലകം ഇല്ലെങ്കിൽ ചത്തുപോയി മനുഷ്യൻ. നിങ്ങളുടെ ഏത് ജനിതക രോഗവും മാർവരോഗവും, ഇതാ കുട്ടികളുടെ ബുദ്ധിമാന്ദ്യം, മെന്റലി റിട്ടാർഡും ഒക്കെ മാഗ്നീഷ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. അപ്പോ ഈ സിങ്ക് എന്ന് പറയുന്ന മൂലകത്തിന് 300-ലേറെ പ്രവർത്തനമുണ്ട്. ഫോസ്ഫറസിന് 100-ലേറെ പ്രവർത്തനമുണ്ട്. ഇങ്ങനെ ഈ 2500 പ്രവർത്തനങ്ങൾ താളം തെറ്റുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ലോഞ്ചവിറ്റി. ഈ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഗ്രീസും പെട്രോളും ഓയിലും വാഹനത്തിലുള്ളത് പോലെയാണ് നമ്മുടെ ഈ സംവിധാനങ്ങൾ. അപ്പൊ ഈ ഉപാപചയ പ്രവർത്തനങ്ങളിൽ വരുന്ന അപാകതയാണ് മനുഷ്യന്റെ ദീർഘായുസ്, പെട്ടെന്ന് മരിക്കുന്നതിന്റെ കാരണം ഈ ഉപാപചയ പ്രവർത്തനം. അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷണം നന്നായിട്ട് കഴിച്ച് നിങ്ങളുടെ ആയുസൊക്കെ ഒരു 100, 120, 150, നിങ്ങളൊക്കെ 30, 40, 50, 60 പിടിപിടുന്നതിനെ പോകരുത്. അപ്പൊ അതിന് ഈ ഉപാപചയ പ്രവർത്തനത്തിന് വേണ്ട വിറ്റാമിൻസും മിനറൽസും അടങ്ങിയ ഭക്ഷണം നിങ്ങൾ കഴിക്കണം. ഇതാണ് എൻ്റെ ഒരു ഗവേഷണം. അടുത്തത് എൻ്റെ ഒരു ഗവേഷണമാണ് എന്തുകൊണ്ട് കുട്ടികളിൽ നമ്മുടെ രാജ്യത്ത്, ഞാൻ 5 നിങ്ങളോട് പറഞ്ഞ രഹസ്യം, അത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ തലയിൽ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അഥവാ നാളെ ഞാൻ പടം വിട്ട, അപ്പം ഞാനൊരു ഗവേഷണം നടത്തി ആദ്യം പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കും പ്രധാനമന്ത്രിക്കും ആരോ ഒരു ലെറ്റർ അയക്കും ഞാൻ കണ്ടുപിടിച്ച്. കാരണം അഥവാ ഞാൻ മരിച്ചാൽ അങ്ങനെ നമ്മുടെ രാജ്യത്തെ എല്ലാ പൈതൃക അറിവുകളും നഷ്ടപ്പെട്ടു. കാരണം എന്താ അറിയോ, ഈ 19ാമത്തെ അടവ് ആർക്കും പറഞ്ഞു കൊടുക്കില്ല. അങ്ങനെയാണ് നമ്മുടെ ഇന്ന് വൈദ്യസമൂഹത്ര നാശം. കാരണം നിങ്ങളുടെ അറിവ് നിങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കണം, അല്ലാതെ ഇത് തലയിൽ വെച്ചിട്ട് എന്താണ് കാര്യം? അപ്പോൾ ഈ കുട്ടികളിൽ നമ്മുടെ രാജ്യത്ത് 100-ൽ 57 കുട്ടികൾ ബുദ്ധിയുള്ളവർ, ആരോഗ്യമുള്ളവർ, 43 കുട്ടികൾ ജന്മ വൈകല്യമായിട്ട് ജനിക്കണം. ഈ പ്രിൻസിപ്പിൾ അത് പഠിക്കേണ്ട കാര്യമാണ്. ഈ മെന്റലി റിട്ടാർഡഡ് എന്ന് പറയുന്നതും ജന്മ വൈകല്യവും ഈ 43. ഇതെന്താ അതിന്റെ കാരണമെന്ന് ഇതുവരെ ഒരു ശാസ്ത്രജ്ഞന്, ഇതിനിങ്ങനെ കുറെ ആളെ പറ്റിക്കുന്ന കുറെ ഡോക്ടർമാര്, ജനിതക രോഗം, മറ്റേ ഹെർബല, ഈ ഹെർബല, ആയുർവേദം, സിദ്ധ, അലോപ്പതിക്കാർ കുറെ കളിപ്പിക്കും. ഇതിന് മരുന്നില്ല, ഇങ്ങനെയുള്ള കുട്ടികൾ അവസാനം മരിച്ചു പോകും പറഞ്ഞ് ഡോക്ടർമാര് ഇതിന്റെ മൂല കാരണം കണ്ടെത്തിയൊരു ബുദ്ധി കൂടിയാണ്.
അത് ഒന്ന് എഴുതിക്കൊള്ളൂ. ബി കോംപ്ലക്സിൽ അതടങ്ങിയ ഭക്ഷണം അമ്മമാർ കഴിച്ചാൽ ഈ ബുദ്ധിമാന്ദ്യവും ജനിതക രോഗവും മാറാരോഗമുള്ള കുട്ടികൾ ഭാരതത്തിൽ ഇപ്പൊ കെണിയായിരിക്കണം. കാരണം എനിക്ക് കിട്ടുന്ന 10-ൽ 6-7 കുട്ടികളും ഇപ്പൊ ജന്മവൈകല്യമുള്ളവരാണ്. ബി കോംപ്ലക്സിലെ B3 നിയാസിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ബി കോംപ്ലക്സ് അത് റിച്ച് ഫുഡ് ഏതാണ്? പച്ചപ്പുല്ല് തിന്നുന്ന പശുവിന്റെ പാലിലും കടലയിലും പരിപ്പിലും സിറൽസിലും ഒക്കെ ഉണ്ട്. ഇത് അമ്മമാരെ ഗർഭം ധരിക്കുമ്പോൾ കഴിക്കണം. B3 നിയാസിൻ, ഇതിന്റെ മെഡിക്കൽ ടേമാണ് നിയാസിനാമൈഡ്. 13 കൊല്ലം വേണ്ടി വന്നു ഇത് കണ്ടുപിടിക്കാൻ. 1. 2, അമ്മമാരുടെ രണ്ടാമത്തെ പ്രശ്നമാണ് സൾഫർ. ഈ സൾഫർ അടങ്ങിയ ഭക്ഷണമാണ് ഒരു അമ്മ ഗർഭം ധരിക്കുമ്പോൾ ചെറിയ ഉള്ളി, വലിയ ഉള്ളി, വെളുത്തുള്ളി, കായം, ഇതിലാണ് സൾഫർ കൂടുതലുള്ളത്. ഇത് എൻ്റെ ICMRന്റെ ബുക്ക് ഞാനിപ്പോൾ കുറഞ്ഞില്ല. ഇത് അമ്മമാര് ഗർഭം ധരിക്കുമ്പോൾ 290 ദിവസം നല്ലോണം കഴിക്കണം. 3, ഫോളിക് ആസിഡിന്റെ കുറവ്. അത് നിങ്ങൾക്ക് എല്ലാ ഗർഭിണികൾക്കും എഴുതി കൊടുക്കും. ഓറഞ്ച്, മൂസമ്പി, കോളിഫ്ലവർ, ഇതിലൊക്കെ ധാരാളം, പച്ചച്ചീര, ഇലക്കറികളിലൊക്കെ ഫോളിക് ആസിഡ് ഉണ്ട്. 4, B12 കൊബാലമിൻ എന്ന് പറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങൾ, അല്പസ്വല്പം കോഴിമുട്ട, കടൽ മത്സ്യമൊക്കെ, നോൺ വെജ്, ഇത് ഗർഭം ധരിക്കുന്ന അമ്മമാര് കഴിക്കണം. വൈറ്റമിൻ D കഴിഞ്ഞു. ഈ 5ന്റെ കുറവ് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഈ 100-ലിപ്പോൾ 43-44 പേര് കുട്ടികളും, ഇത് ഉന്നത വിദ്യാഭ്യാസമുള്ള ഇന്ത്യയുടെ ഡൽഹിയിലുള്ള തലവന്മാരുടെ മക്കൾ വരെ എല്ലാവരും ബുദ്ധിമാന്ദ്യമുള്ളവരാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഇത്രയും ഉന്നതരായ സാർ ഇതൊന്നും ഒരു ഡോക്ടർമാരും പറഞ്ഞു തരുന്നില്ല. ഗർഭം ധരിക്കുമ്പോൾ ഫോളിക് ആസിഡ് ഒന്ന് തരും, പിന്നെ ഇടയ്ക്ക് ഗൈനക്കോളജിസ്റ്റ് ഒന്ന് നോക്കാൻ പറയും, അവരെന്തെങ്കിലും കമ്മീഷൻ കിട്ടുന്ന ഗുളിക എഴുതി തരും. അപ്പോൾ ഇതാണ് എൻ്റെ അവസാനത്തെ പഠനം. പിന്നെ ഞാൻ ഈ അൽഷിമറിന്റെ പറ്റിയ ഡിമെൻഷ്യ, ഇന്ന് മനുഷ്യന് 100-ൽ 60 പേർക്കും ഓർമ്മക്കുറവാണ്. അതിന് ഈ ബി കോംപ്ലക്സിലെ അംഗങ്ങളും വിറ്റാമിൻ K1, K2, K3 ഇത് ഹൃദ്രോഗമായിട്ട്, ഇപ്പൊ ഹൃദ്രോഗത്തിന്റെ മൂല കാരണം ഞങ്ങളുടെ ഗവേഷണ പ്രകാരം ഈ ഇലക്കറികളിൽ നിന്ന് കിട്ടുന്ന K1, K2, ഫിനാക്കിനോൺ എന്ന മെനാക്കിനോൺ, ഇതിന്റെ കുറവും ബി കോംപ്ലക്സിലെ B1, B2, B3 ബി കോംപ്ലക്സിലെ അംഗങ്ങളുടെ കുറവും, സിങ്കും മാഗ്നീഷ്യം, ഇത് അമിത അളവിലുള്ള പോഷകാഹാരമോ വിറ്റാമിനോ കഴിച്ചാൽ മാത്രമേ, അത് ഓവർഡോസിൽ കഴിക്കണം. ഇതിന് പറയുന്ന പേരാണ് മെഗാ വിറ്റാമിൻ തെറാപ്പി. അപ്പോഴേക്ക് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ പറയും, ഒരു വിറ്റാമിൻ C കഴിച്ചാൽ കിഡ്നി പോവും, ഒരു മാഗ്നീഷ്യം ഗുളിക. ഇതൊക്കെ വളരെ തെറ്റാണ്. കാരണം ഇത് മൂത്രത്തിലൂടെ, നിങ്ങൾ അധികം കഴിച്ചാലും മൂത്രത്തിലൂടെ അല്ലെങ്കിൽ കരളിൽ കൊഴുപ്പ് സ്വീകരിക്കുക, അല്ലാതെ വിറ്റാമിൻ ഗുളികയും മിനറൽസ് അധികം കഴിച്ചാൽ ലോകത്ത് ഒരു അപകടമില്ല. ഡോക്ടർമാർ മുഴുവൻ ഇന്ത്യയിലെ ഭാരതത്തിലെ 100-ൽ 80 ഡോക്ടർമാരും, ഒന്നും തോന്നണ്ട, ഡൂബിയസ് സ്റ്റേജ് ലോകാരത് ഞാനും BM ഹെഗ്ഡെ മാത്രം അംഗീകരിച്ച് നമ്മുടെ ഭാരതത്തിലെ, ഞാൻ നിങ്ങളെ ചെറുതാക്കി കാണുന്നില്ല, ആഴത്തിൽ നോളജും കഴിവും അറിവും അതുപോലെ തന്നെ എബിലിറ്റി ഉള്ള ഈ ആഴത്തിൽ വിജ്ഞാനമുള്ള ആളുകളല്ലാതെ ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് ജീവിക്കുന്നവരാണ് ഇപ്പോഴത്തെ ഡോക്ടർമാർ. അപ്പോൾ ഈ ആഴത്തിൽ അറിവും കഴിവില്ലാത്ത 100-ൽ 80 പേരുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണ്ടെത്തൽ. അങ്ങനെ നിങ്ങളായിക്കൂടാ. നിങ്ങൾ എന്നെ പോലെ കിട്ടിയ പുസ്തകം നിങ്ങൾ അറിവിൻ്റെ ആഴത്തിൽ പോകണം, നിങ്ങൾ കഴിവുള്ളവരാണോ, ഇതാണ് നിങ്ങളുടെ അതോറിറ്റി. അല്ല ഡിഗ്രിയും PGയും PH മുമ്പിൽ ഒരു ഡോക്ടർ വന്നിട്ട് ഡിഗ്രിയുടെ കഥ പറഞ്ഞാലൊന്നും ഞാൻ അംഗീകരിക്കില്ല. എനിക്കിതറിയാം ഇവിടുന്ന് അടുത്തുനിന്ന്. നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരെയും വക്കീലന്മാരെയും കേമത്തരം പറഞ്ഞ ഭ്രാന്താവും. അപ്പം 100-ൽ 80 പേരും സംശയാസ്പദമായ ഒരു രാജ്യത്ത് നിങ്ങളൊക്കെ പ്രകൃതി ചികിത്സകര് നല്ല ആഴത്തിലുള്ള വിവരവും പ്രകൃതിയെ പറ്റി പഠിക്കണം. അതിന് പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട് എന്നോട്, സാറ് ഞങ്ങൾക്കൊക്കെ റിസർച്ച് നടത്താൻ ഞാൻ ആദ്യം ഒരു 12 അടി നീളവും 8 അടി വീതിയുള്ള ഒരു സ്ഥലത്തായിരുന്നു എൻ്റെ റിസർച്ച്. ഇപ്പോഴാണ് അത് 4 ഏക്കർ 11 ഏക്കറായിട്ട്. നിങ്ങൾ സ്വന്തമായിട്ട് തൻ്റെ ഇടത്തോടു കൂടി ഒരു പുതിയൊരു ഉഴവുചാലങ്ങൾ ഉണ്ടാക്കണം. നിങ്ങളുടെ അടുക്കളയായിരിക്കണം, ഈ നാച്ചുറോപ്പതിക്കാരുടെ അടുക്കളയായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ ലാബ്. ടീച്ചറിങ് നിങ്ങളുടെ പ്രധാനപ്പെട്ട മെയിൻ റിസർച്ച് ലാബ് നിങ്ങളുടെ അടുക്കള തന്നെയാണ്. അടുക്കളയിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ് ഇന്ത്യയിലെല്ലാം. നീ കണ്ട് കുത്തി കലക്കി അജിനാമാട്ടവും തിന്ന് പൊറോട്ടയും ഇത് തിന്നതാണ് നമ്മുടെ അപകടം. അപ്പൊ നിങ്ങളൊക്കെ സ്വയം റിസർച്ച് നടത്തി പുതിയ കാര്യങ്ങൾ കണ്ടെത്തി അത് ലോകത്തിനോട് വെളിപ്പെടുത്തണം. വിശാലമായ കാഴ്ചപ്പാട് പുലർത്തണം. ഞാൻ ഇപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. സ്കിസോഫ്രീനിയ, ബൈപ്പോളാറിന്റെ കാരണം, ഡിപ്രഷന്റെ കാരണം നമ്മുടെ ശരീരത്തിലുള്ള 9 ഗ്രന്ഥികളും 51 ഹോർമോണിന്റെയും പ്രശ്നമാണ് വിഷാദത്തിന്റെ കാരണം എന്ന് ഞാൻ കണ്ടെത്തി. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ സ്ത്രീകൾക്ക് മാത്രം മെനോപോസ് വരുന്ന ഒരു പീരിയൽ ഗ്രന്ഥി, ബാക്കി ആണുങ്ങൾക്ക് 51 ഹോർമോൺ ഉണ്ട്. ഈ അമിത വണ്ണത്തിന്റെ ഗുട്ടൻസും കൂടി പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് നിർത്തുകയാണ്. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും പ്രധാന പ്രശ്നമാണ് ഗുജറാത്തിലും കേരളത്തിലും അമിത വണ്ണം.
ഇതെന്താണ് ഞങ്ങൾ എലിയിലും പട്ടിയിലും പൂച്ചയിലും ഒക്കെ പഠിച്ച് അവസാനം എത്തി. ഇത് 2 കാരണങ്ങൾ കൊണ്ടാണ് ഒരാൾ അമിതവണ്ണം. ഒന്ന് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രശ്നം, അത് ചെക്ക് ചെയ്യണം. TSH, T3, T4 നമ്മുടെ പൂമ്പാറ്റ പോലുള്ള 9 ഗ്രന്ഥികളിൽ നമ്മുടെ മാനസിക നില, നമ്മുടെ ഒരു മനുഷ്യനെ സമനിലയിൽ തളയ്ക്കുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥിയാണ്. ഈ തൈറോയിഡിന് പ്രശ്നം വന്നാൽ നിങ്ങളുടെ ജീവന്റെ താളം തെറ്റി. ആണ് പെണ്ണ് വട്ടാവാനുള്ള, മാനസിക രോഗത്തിലേക്ക് പോകാനുള്ള ഗർഭിണി ഒരു പ്രധാന കാരണം. പക്ഷെ ഇതല്ല, നമ്മുടെ അമിതവണ്ണത്തിന്റെ കാരണം ഈ തൈറോയിഡ് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മുടെ കരള്, ലിവറിൽ സെലീനിയം എന്ന് പറഞ്ഞൊരു മിനറൽ ഉണ്ട്. ഇത് കുറയുമ്പോൾ വരുന്ന ഹോർമോണിന്റെ പേരാണ് IGF-1. ഇത് സെലീനിയം അടങ്ങിയ ഭക്ഷണവും തൈറോയിഡും കറക്റ്റാക്കിയ മാസം 4 കിലോ ഇങ്ങനെ കുറയണതാണ്. ഇത് സെലീനിയം എന്ന് പറയുന്ന റിച്ച് ഫുഡ്, ഇത് ബ്രസീൽ നട്ടിൽ മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് സെലീനിയം അടങ്ങിയ ഭക്ഷണം നന്നായിട്ട് കഴിക്കുക. അപ്പോൾ IGF-1 ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിച്ചാൽ വണ്ണം കുറയും. തൈറോയിഡിന്റെ പ്രശ്നമാണ് ഒരാളെ അമിതവണ്ണത്തിലേക്ക് നയിക്കുന്നത്. പിന്നെ മാനസിക പ്രശ്നങ്ങളുടെ ഒരു പ്രധാന കാരണം 8 മണിക്കൂർ ഉറക്കമില്ലായ്മ. നമ്മുടെ വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നത് രാത്രിയാണ്. നമ്മുടെ ബോഡി റിപ്പയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏർലി ബെഡ് ഏർലി റൈസ് ഞാൻ കണ്ടെത്തിയ വേറൊരു ഗവേഷണമാണ്. നമ്മുടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക രോഗങ്ങളുടെയും കാരണം ഈ പാർക്കിൻസൺ, അൽഷിമർ ഒക്കെ രാത്രി വൈകി കിടക്കുന്നതാണ്. ഇനി അതിൻ്റെ ഒരു കാര്യം കൂടിയും പറഞ്ഞ് ഞാൻ ക്ലാസ് നിർത്തുകയാണ്. നിങ്ങളുടെ ഒരു അറിവിലേക്കാണ്. നിങ്ങൾ നിങ്ങളുടെ രോഗികളോട് രാവിലെ 8 മണി, ഉച്ചയ്ക്ക് 1 മണി, വൈകുന്നേരം 7 മണി, ഇതാണ് കറക്റ്റ് ഭക്ഷണം കഴിക്കാനുള്ള സമയം. ഇനി 7 മണി കഴിഞ്ഞ് ഒരാൾ, ഞാൻ തമിഴ്നാട്ടിൽ ചെന്നാൽ 12 മണിക്ക് 2 പൊറോട്ട, 2 ബീഫ്, ഹാഫ് ബ്രാൻഡി. തമിഴന്മാർ രാത്രി 12, 1 മണിക്ക് ഭക്ഷണം കഴിക്കുന്നവരാണ്. ഇവർക്കൊക്കെ സൂക്കിടുകയാണ്. കാരണം നമ്മൾ 7 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ 8, 9 മണിക്ക് ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ റിപ്പയർ നടക്കണം, ബ്രെയിനിലെ വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യണം. നിങ്ങളൊരു 11, 12 മണിക്ക് ഒരു 4-5 പൊറോട്ടയും 1 ബീഫും 2 ബിരിയാണിയും കഴിച്ചു എന്ന് കരുതുക. അപ്പൊ ശരീരം ശരീരം റിപ്പയർ ചെയ്യുന്ന ബ്രെയിനിന്റെ പണി ഒഴിവാക്കി ഇവൻ എന്തോ ഒരു സാധനം ഉള്ളിൽ കയറി എന്ന് കണക്കാക്കി ശരീരം വേറൊരു പ്രവൃത്തിയിലേക്ക് ബ്രെയിൻ പോകും. അപ്പൊ നിങ്ങൾക്ക് രോഗാതുരയാവണം. അപ്പം നിങ്ങൾ ഏർലി ബെഡ് നേരത്തെ കിടക്കുക. 7 മണി കഴിഞ്ഞാൽ നിങ്ങൾ 9, 10 മണിക്ക് ഭക്ഷണം കഴിക്കുന്നത് ഗുണത്തെക്കാളേറെ രാത്രി ദോഷമാണ് ഉണ്ടാക്കുന്നത്. കാരണം ബ്രെയിനിൻ്റെ റിപ്പയറും ബോഡിയുടെ റിപ്പയറും നടക്കുന്നില്ല. ഞാൻ കണ്ടെത്തി നമ്മുടെ ശരീരത്തിൻ്റെ കേടുപാടുകൾ റിപ്പയർ ചെയ്യുന്ന ഉറക്കത്തിലാണ്. ഉറക്കക്കുറവാണ് രണ്ടാമത്തെ മാനസിക രോഗത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഒരാൾ ഒരു 15 ദിവസം ഉറങ്ങിയില്ലെങ്കിൽ സ്കിസോഫ്രീനിയ, ബൈപോളാറിലേക്ക് പോകും. അപ്പോൾ ഇത്തരത്തിൽ അനവധി അറിവുകൾ ഞങ്ങൾ ഈ ഗവേഷണം നടത്തുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അനവധി കണ്ടെത്തുന്നുണ്ട്. എനിക്ക് ഇനിയും സമയമില്ല, കാരണം ഇപ്പോൾ സമയം 1 മണിയായി. ഇനി ഞാനൊരു നീണ്ട പ്രസംഗം നടത്തിയാൽ എൻ്റെ അറിവും വിവരവും പുസ്തകമൊക്കെ ഇവിടെ പറഞ്ഞാൽ ഈ സമയം പോവും. അപ്പം നിങ്ങളുടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് തുറന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. പിന്നെ എന്നെ കാണാൻ കുറേ രോഗികൾ വന്നിട്ടുണ്ട്. പലരും എന്നെ കാണാൻ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ഓരോ രത്നങ്ങളായി, നിങ്ങളൊക്കെ ഒരു ഇൻഡെലിബിൾ സിഗ്നേച്ചർ. നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളെയും കഷ്ടപ്പാടുകളൊക്കെ നിങ്ങളെ അനുഗ്രഹമാക്കി, പ്രശ്നങ്ങളെ നിങ്ങൾ അവസരമാക്കണം, അതുപോലെ ദുരിതങ്ങളെ നിങ്ങൾ അനുഗ്രഹമാക്കി, നിങ്ങളൊക്കെ സമാനതകളില്ലാത്ത യുനിക് വിത്ത് വേഴ്സറ്റൈൽ, സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിന് ഉടമയായി. എൻ്റെ മുമ്പിൽ ഇന്ന് 10 പേരോ 12 പേരേ ഉള്ളൂ. നിങ്ങളൊക്കെ ഉന്നത വ്യക്തിത്വങ്ങളായി വലിയ മനസ്സോടുകൂടി ഈ ലോകത്തെയും ഭൂമിയെയും പ്രകൃതിയെയും രക്ഷപ്പെടുത്താൻ ഇന്നൊരു പ്രതിജ്ഞ ചെയ്ത് നിങ്ങളൊരു മരം വെട്ടിയാൽ 10 മരം വയ്ക്കണം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, ഈ ലോകം നിങ്ങളൊരു ഇൻഡെലിബിൾ സിഗ്നേച്ചർ, മായാത്ത കയ്യൊപ്പുമായി എൻ്റെ ഒപ്പമുള്ള ഈ പ്രകൃതി ചികിത്സകരൊക്കെ എന്ന് ഇരിക്കണമെന്ന്, വലിയ കാര്യങ്ങൾ ഈ ലോകത്തിന് ചെയ്തു വേണം ഈ ഭൂമിയിൽ നിന്ന് വിട പറയാനെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എനിക്ക് തന്ന ഈ അവസരത്തിനും ഈ ബഹുമതിക്കും വളരെ തിരക്കിൻ്റെ അങ്ങേയറ്റത്തെ നന്ദിയും കടപ്പാടും. ഇനി എന്ത് സഹായത്തിനും ഞാൻ തയ്യാറാണ്, വിദ്യാഭ്യാസത്തിന് യോഗ്യതയ്ക്കോ. പക്ഷെ ഇതിലൊക്കെ ഉപരിയാണ് നിങ്ങളുടെ ഗുണം. അപ്പോൾ നിങ്ങൾ നല്ല ഗുണമുള്ള വ്യക്തികളായി മാറി, നല്ല വ്യക്തികളായി, മഹാന്മാരും മഹതികളും ആവട്ടെ എന്ന് എൻ്റെ മുമ്പിലുള്ളവരോട് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. അതെ, പക്ഷേ അൾട്ടിമേറ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ ഡോക്ടർമാർ പറയും കുട്ടിക്ക് ഇനി ന്യൂമോണിയ രക്ഷയില്ല, ആകെ ഭീതിപ്പെടും. അപ്പൊ വേറെ പോകാൻ വേറെ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ. അപ്പൊ എല്ലാ സ്ഥലത്തും ഇതിന്റെ ഇതിന് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആശ്വാസകരമായ വാക്കുകൾ അതിലേക്ക് പോകാൻ. അല്ല, തീർച്ചയായിട്ടും നിങ്ങൾ, ഞാൻ ഒരു കാര്യം പറയട്ടെ.
അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന ശാസ്ത്രജ്ഞനാണ് 1905 ആന്റിബയോട്ടിക് കണ്ടുപിടിച്ച്. അയാളത് പ്രകൃതിയിൽ നിന്ന് എടുത്ത് ഇപ്പൊ മുഴുവൻ കെമിക്കലായി. ഞാൻ എഴുതി കൊടുക്കണം അമോക്സിലിനും ഇതൊക്കെ ഞാൻ എഴുതണം, എല്ലാ പെൻസിലിനും ഒക്കെ. പക്ഷേ നമ്മൾ ഈ തിയറിയും പ്രാക്ടിക്കൽ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി സ്റ്റേജിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ചിലപ്പോൾ ആന്റിബയോട്ടിക് ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അതേസമയം പ്രകൃതിദത്ത ആന്റിബയോട്ടിക്കാണ് കറിവേപ്പിലയും വേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ പ്രകൃതിദത്ത ആന്റിബയോട്ടിക്കുകളാണ്. പക്ഷേ വിറ്റാമിൻ സി, ചെറുനാരങ്ങ, ഓറഞ്ച് ഇതൊക്കെ പ്രകൃതിദത്താണ്. പക്ഷെ നമ്മളൊരു എമർജൻസി ഒരാളുടെ ജീവൻ രക്ഷിക്കേണ്ട ഒരു ഘട്ടത്തിൽ ഞങ്ങൾ എമർജൻസി മെഡിക്കൽ മാനേജ്മെന്റ് എന്നൊരു ആ സമയത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ആന്റിബയോട്ടിക്, സർജറി, ഞാൻ അലോപ്പതി വിദഗ്ധനും കൂടിയാണ്. എൻ്റെ 7 ഡിഗ്രി അലോപ്പതിയിലാണ്, 2 PhD അലോപ്പതിയിലാണ്. അതുകൊണ്ട് ഞാൻ കാരണം നിങ്ങളൊരു 50 നില മുകളിൽ നിന്ന് വീണു, നിങ്ങളുടെ നെഞ്ഞത്ത് കൂടെ ഒരു വാഹനം കയറി, നമ്മുടെ നാച്ചുറോപ്പതി പറ്റും, അക്യുപഞ്ചർ പറ്റും, സിദ്ധ പറ്റും, യുനാനി പറ്റും, ഏതെങ്കിലും അരിഷ്ടം കൊണ്ട് ഒഴിഞ്ഞാൽ പറ്റും. ആ സമയത്ത് മോഡേൺ മെഡിസിൻ വേണം. ഈ അലോപ്പതിക്ക് അതിൻ്റെതായ, പക്ഷേ ഇതിൽ കള്ളനാണയങ്ങൾ കീറിയത് കൊണ്ടാണ് അലോപ്പതിയിൽ ഇത്ര ദൂഷ്യം വന്നെന്നാണ് എൻ്റെ പഠനം. ഇതിന് അച്ഛനും അമ്മയ്ക്കും സ്ത്രീധനം വാങ്ങാനും മക്കളുടെ മുമ്പിൽ ഡോക്ടർ എന്നുള്ള പദവി കിട്ടാനും കോടികൾ സമൂഹത്തിൽ പേരും നിലയും ബഹുമാനിക്കാനും വേണ്ടി അച്ഛനമ്മമാരെ ഇഷ്ടമില്ലാതെ മക്കളെ MBBS പഠിപ്പിക്കുന്നുണ്ട്. BDS ഇഷ്ടമില്ലാതെ പേരിന്റെ പിന്നിൽ ഡോക്ടർ. ഞാൻ തെക്കൻ കേരളത്തിൽ സ്ത്രീധനം വാങ്ങാൻ വേണ്ടി മാത്രം ചിലർ ഡോക്ടർമാരായിട്ട് സ്ത്രീധനം ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ കോട്ട വെച്ചിരിക്കുക. ഞാൻ ഇത് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ ഈ താല്പര്യമില്ലാത്തതുകൊണ്ട് ഡോക്ടറായതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ശാപം. ഞങ്ങളെ പോലെ ഡെഡിക്കേറ്റഡ് ആയി മനുഷ്യവംശത്തെ രക്ഷപ്പെടുത്താൻ ഒരാളും തയ്യാറില്ല. എത്ര സമ്പാദിക്കുക, എത്ര പേഷ്യന്റിനെ കിട്ടും, എത്ര കാറ് വാങ്ങാം, ബിൽഡിംഗ് കെട്ടാം, സ്ത്രീധനം എത്ര വാങ്ങാം, സ്വർണ്ണം എത്ര വാങ്ങാം, ഇതൊരു സത്യമാണ്. നമ്മുടെ രാജ്യം വൈദ്യശാസ്ത്ര രംഗത്ത് വഷളാവാൻ കാരണം അതാത് രംഗത്ത് പാഷനില്ലാത്ത, താല്പര്യമില്ലാത്ത കുറെ കള്ളന്മാരെ, ഡൂബിയസ്, അവർ കയറിക്കൂടി. അത് മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല. മകന് ഫുട്ബോളിൽ റൊണാൾഡോയെ പോലെ അവനെ പിടിച്ചിട്ട് ഈ ആട്ടുകാരനെ പിടിച്ച് നെയ്ത്തേരനാക്കിയതാണ് നമ്മുടെ രാജ്യത്തിന്റെ ശാപം. അതുകൊണ്ടാണ് ഡോക്ടർമാരും വക്കീലൊന്നും ഷൈൻ ചെയ്യാത്തതിന്റെ കാരണം. ഇത് എൻ്റെ ഒരു പഠനമാണ്. പ്ലീസ് പറഞ്ഞോളൂ. അപ്പോൾ അവരെ ഒരു ഫീച്ചർ നോക്കുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻ ഈ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് സിമോസ്കോപ്പി ചെയ്തിട്ട് പറഞ്ഞു വൻകുടൽ പകുതിയിലധികം ക്യാൻസർ വന്ന് നശിച്ചിട്ടുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വൻകുടൽ വെച്ചിട്ട് അതിന് ക്രോൺസ് എന്നാണ് പറയുക, ആ രോഗത്തിന് ക്രോൺസ്. എന്റെ മേഖലയാണത്. തിരുവനന്തപുരത്ത് സർജറി ഉണ്ട്. മുറിച്ചിട്ട് ഇവിടെ ഞങ്ങളൊരു പാത്രം വെച്ച് കൊടുക്കും, ഇവിടെ മുറിക്കുക, എന്നിട്ട് ഒരു സാധനം വെച്ച് കൊടുക്കുക. അപ്പം മലന്തില വന്ന് വീഴും. അതല്ലാതെ ഒരു പരിധി കഴിഞ്ഞാൽ ഈ സർജറി അല്ലാതെ വേറെ ഒരു വഴിയില്ല. ഞാൻ കൃത്രിമമായിട്ട് കുടലുണ്ടാക്കാൻ നോക്കി, അത് വിജയിച്ചില്ല. ഞാൻ ഒരു കുട്ടിക്ക് നോക്കി, അവസാനം തിരുവനന്തപുരത്ത് സർജറി ചെയ്യേണ്ട. ഞാൻ പഠിച്ച പണി 1 മാസം കുട്ടിക്ക്. പക്ഷേ ആദ്യത്തെ 15 ദിവസം വരെ കൃത്രിമമായിട്ട് കുട്ടി പിന്നെ ഉണക്കമീനും വറുത്തമീനും തിന്നാൻ ഇഷ്ടമുള്ള ആളാണ്. ഈ ക്രോൺസിന് മീൻ പറ്റില്ല. ആ കുട്ടി ഇത് തിന്നാൻ തുടങ്ങി, കുട്ടി വഷളായി. കുട്ടിയെ ഞാൻ കോഴിക്കോട് ഒരു പാത്രം വെച്ചിട്ട് നടക്കുകയാണ്. ഇവിടെ ഒരു സഞ്ചി ആരും അറിയാതെ. അതാണ് ക്രോൺസ്. അപ്പോൾ ഇത് നമ്മള് ഗതി കെട്ട അലോപ്പതിയെ പറ്റും, ഗതി കെടാത്തവന് നാച്ചുറോപ്പതിയും ഈ ചികിത്സകൾ. എൻ്റെ ഒരു പഠനമാണ്. ഞാൻ ഒരു സിസ്റ്റത്തിനെതിരല്ല. ഞാൻ ആദിവാസി വൈദ്യത്തെ അടക്കം ബഹുമാനിക്കുന്ന ആളാണ്. അതെ, അല്ല സാറ് അല്ലല്ല കേട്ട അല്ലല്ല, ഞാൻ നിങ്ങൾ പലതിനെയും വിമർശിക്കാം. ഞങ്ങൾക്ക് വിമർശിക്കുമ്പോൾ കുറച്ച് ലോജിക്കലല്ലേ പറ്റും. അതെ അതെ, അല്ല അതല്ല, ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഞങ്ങളൊക്കെ ഇപ്പൊ എൻ്റെ അടുത്ത് പൂനെന്ന് 20-ാം നിലയിൽ നിന്ന് ഒരുത്തം വീണു, നട്ടല് മുഴുവൻ ഒടിഞ്ഞിട്ടുണ്ട്. അമ്മയും കുറെ ആളുകൾ ഉരുട്ടി കൂട്ടിയിട്ട് ഒരു ചങ്ങായി എൻ്റെ ആംബുലൻസ് കൊണ്ടു. ഓരൊക്കെ കൂടി 20-ാമത്തെ നിലയെന്നാ പോകുന്നത്. ജീവൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും അവിടെ എന്ത്. ഞാൻ വേഗം ഒരു 5 ലക്ഷത്തിന്റെ ബാക്കിലോഫൻ പമ്പ് സർജറി ഇവിടെ പൊളിക്കുക, ഒരു പമ്പ് വയ്ക്കുക, നട്ടലിൽ കൂടെ കയറ്റുക, അങ്ങനെ 2-3 പേർക്ക്. ആ സമയത്ത് അവന്റെ ജീവൻ, അവൻ എണീറ്റ് ഓടുകയൊന്നുമില്ല. പക്ഷെ അവന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് അലോപ്പതിയിൽ ചില കാര്യങ്ങൾ, അതേസമയം മറ്റ് ചികിത്സാ രീതിയിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു എമർജൻസിയിൽ ഒരുപാട് പരിമിതിയുണ്ട്. അവിടെ ഈ ബാക്കിലോഫൻ പമ്പും. അപ്പൊ നമ്മൾ മറ്റ് സിസ്റ്റങ്ങളെ മുഴുവൻ പരിഹസിക്കരുത്. ചില ഘട്ടങ്ങളിൽ ജീവൻ രക്ഷിക്കപ്പോൾ നിങ്ങൾ ആന്റിബയോട്ടിക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പലതും ചെയ്യും. അതാ നല്ല മനസ്സുകൊണ്ടാണ്. അത് അലോപ്പതിയെ സപ്പോർട്ട് ചെയ്യുന്നത് ആയുർവേദം. ചിലപ്പോൾ ഒരു അക്യുപഞ്ചർ, ഒരാളുടെ തലവേദന 25 കൊല്ലമുള്ളത് ഒരു സൂചിയില ഭേദമായിരുന്നു. എൻ്റെ നാട്ടിലൊരു കുട്ടിക്ക് 20 കൊല്ലമായിട്ട് ആ കുട്ടിക്ക് ലോകത്തെ എവിടെയില്ല, ഒരൊറ്റ സൂചി അക്യുപഞ്ചറിൽ കൊടുത്തോട് കൂടി യു ആർ വണ്ടർഫുൾ ട്രീറ്റ്മെന്റ്, ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഏത് ചികിത്സ കൊണ്ടാണ് ഒരാൾ രക്ഷപ്പെടുകയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അക്യുപഞ്ചർ മോശം പറയാൻ പറ്റും, യുനാനി മോശം പറയാൻ പറ്റും, സിദ്ധ മോശം. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള സിസ്റ്റത്തെ ബഹുമാനിക്കണം. സർ, എ കമ്മിറ്റഡ് ഡോക്ടർ, സാറിന് എ കമ്മിറ്റഡ് ഡോക്ടർ ഓർ എ ഹീലർ ലൈക്ക് യു മസ്റ്റ് എക്സ്പ്ലോർ ആൾ അവന്യൂസ് ടു പ്രൊവൈഡഡ് മാക്സിമം റിലീഫ് ടു ദ കറന്റ്. നിങ്ങളുടെ സിസ്റ്റം മാത്രം ചെയ്താൽ അതിന് എക്സ്പ്ലോർ ദ ആൾ അവന്യൂസ്. നിങ്ങൾ എല്ലാ വഴികളും തിരയണം. അല്ലാതെ എന്റെ സിസ്റ്റം മാത്രം ഞാൻ മാത്രം കേമൻ. ഞാൻ 1-ാം ക്ലാസ്സിലാണെന്ന് എവിടെ ചെന്നാലും പറയില്ല. ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വരുള്ളൂ. ഇപ്പോൾ 1-ാം ക്ലാസ്സിലാണെന്നാ പറയില്ല, കാരണം ഇനി 2ലേക്ക് പോവുകയാണ്.
അത്ഭുതമാണ് ഇത്രയും പഠിച്ചിട്ട്. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക്. അയ്യേ, അത് ഞാൻ ലോകത്തിലെ ഇത്രയും ശുദ്ധമായ പ്യുവറായ ദൈവികമായ ഏറ്റവും വലിയ ദൈവമായിട്ടുള്ള പ്രകൃതിയുടെ നമ്പർ 1 ചികിത്സ നാച്ചുറോപ്പതി തന്നെയാണ്. പക്ഷേ ഒരു എമർജൻസി മെഡിക്കൽ മാനേജ്മെന്റിൽ നമുക്ക് മറ്റു പല സിസ്റ്റം അപ്ലൈ ചെയ്യേണ്ടി വരും. ഒരാളെ ജീവൻ രക്ഷിക്കേണ്ടത്. ആ സമയത്ത് നമ്മൾ പ്രകൃതി ചികിത്സയിലേക്ക് പോയാൽ അല്ല അതെ സാർ, അത് ഞാൻ അല്ല, അതിന് 100-80 പേര് ഇപ്പൊ ഡൂബിയസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്റെ ശിഷ്യന്മാരൊക്കെ വരുന്നത് കൈക്കൂലിയും കമ്മീഷൻ. എത്ര റുപ്യ മാസം സാർ ഇത്രയും വരുമാനം ഉണ്ടാക്കാം അമേരിക്കയിൽ പോയി? ഞങ്ങൾക്ക് ഡോക്ടർ ആയാലേ ഇത് പറ്റും. ഈ പണമോഹം കൊണ്ടാണ് പലരും ഡോക്ടർ ആവുന്നത്. 3.7 ക്രിയാറ്റിന് 2.1 അപ്പോഴത്തേന് കിഡ്നി പോയത് മകളെ നേഴ്സ് പറഞ്ഞു. കിഡ്നി രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ച ആളാ ഞാൻ, പ്രകൃതിയിൽ എഴുതും. അല്ല, അപ്പൊ ഇത് കേട്ടപ്പോ കിഡ്നിക്ക് ക്രിയാറ്റിനും യൂറിയും കുറയ്ക്കാനുള്ള പ്രധാന മരുന്നാണ് നാടൻ പടവലങ്ങ. ഇത് എപ്സം സാൾട്ട്, മാഗ്നീഷ്യം സൾഫേറ്റ് എടുത്ത ആ രോഗിക്ക് 3 ഘട്ടം വരെ 3, 4, 5 തവണ പടവലങ്ങ ചൊരയ്ക്ക, ക്ഷമാമ്പഴം, നമ്മുടെ ചൊറിയണം, കടിത്തൂവ, നെറ്റിൽ ഇതിട്ട് വെള്ളം കുടിച്ചാൽ അപ്പൊ കിഡ്നി രോഗം റിവേഴ്സ് ആവും. ഞങ്ങൾ പടവലങ്ങ സ്റ്റീം ചെയ്ത് കഴിക്കണം കിഡ്നി രോഗികളാ. അത് മാഗ്നീഷ്യം സൾഫേറ്റ്. അയാൾക്ക് അല്ല, ഇനിയിപ്പോ ഇത് ഒരു മോഡേൺ മെഡിസിന്റെ ഡോക്ടർ വന്ന് ഇതൊക്കെ ഇപ്പൊ ഇവിടെ ആരെങ്കിലും അറിയാം, ഇയാളിപ്പോ ഇതാ പഠിപ്പിക്കും. പക്ഷേ ഇത് പ്രകൃതിയിൽ മരുന്നുണ്ട്. പക്ഷേ ഈ 5ാമത്തെ ഘട്ടത്തിൽ 2 കിഡ്നി 100% പോയാൽ ഞാൻ ഈ പടവലങ്ങ കൊടുത്തിട്ട് എന്താ ചെയ്യുക? അപ്പൊ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ബന്ധുക്കളുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് പലർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ CKD, നമ്മള് ഡയാലിസിസ് മാസം 3 തവണ CKD, പെരിറ്റോണിയൽ ഇത് ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ അലോപ്പതിയിലേക്ക് പോവുകയാണ്. പക്ഷെ 3 ഘട്ടം വരെ ഈ ഭക്ഷണത്തിന് ചൊരയ്ക്കാൻ എഴുതിക്കൊള്ളു. ക്ഷമാമ്പഴം ചൊറിയണം, കടിത്തൂവട്ടിട്ടുള്ള വെള്ളം, ഉടൻ ക്രിയാറ്റിന് യൂറിയും കുറയും. വേവിച്ച വെള്ളം. ഈ ചൊറിയണം എന്ന് പറഞ്ഞ കടിത്തൂവയ്ക്ക് ഭയങ്കര പവർഫുൾ ആണ് ക്രിയാറ്റിൻ. ചൊടിത്തൂവ, യെസ്. ഇത് ഞങ്ങൾ കിഡ്നി ഡിസീസിന് ഞങ്ങൾ ഈ കിഡ്നിയുടെ ഏത് പ്രശ്നവും 3 ഘട്ടം വരെ 4ഉം 5ഉം കീൻ ടഫ് സ്റ്റേജ് ആണ്. കൊടിത്തൂവ, യെസ്. നെറ്റിൽ, ഐ ഡോണ്ട് നോ യുവർ കടിത്തൂവ, നെറ്റിൽ ഇത് വെള്ളത്തിലിട്ട് പുടുങ്ങിയിട്ട് വെള്ളം കുടിച്ചാൽ ക്രിയാറ്റിന് യൂറിയ റിവേഴ്സ് ആവും. ഇത് പ്രകൃതിയുടെ പരിഹാരം. സാർ എന്താ ചോദിച്ചോളൂ, വേറെ എനിക്കൊന്ന് ചോദിക്കും. ചൊറിയണം നെറ്റിൽ, അതിട്ട് വെള്ളം കുടിക്കുക, അതിട്ട് വെള്ളം ബോയിൽ ചെയ്ത് കുടിക്കുക. ക്ഷമാമ്പഴം ജ്യൂസ് അടിച്ച് കഴിക്കുക. ഇത് കുറയുന്നുണ്ട്, ഈ വലിപ്പമുണ്ട് അത്. ക്ഷമാമ്പഴം, വൃക്കപ്പഴം എന്നൊക്കെ പാലക്കാട് പറയുന്നത്. ഇത് വളരെ റിവേഴ്സ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പഠനത്തിൽ. അതെ, ഇത് ഇരിക്കും. വലിയൊരു ചോദ്യം ചോദിച്ചത്. സ്നേഹപൂർവ്വം നിങ്ങളുടെ മുത്തശ്ശിമാർക്കും അച്ഛന്മാർക്കും അമ്മമാർക്കും ഒക്കെ സ്നേഹിച്ച് വാത്സല്യം കൊടുത്ത് വീട്ടിൽ നല്ല സ്നേഹം കൊടുത്ത് മരിപ്പിക്കുക. അത് അവരുടെ ഒരു അവകാശമാണ്. ഈ ജയിലിന്റെ ഉള്ളിൽ കടന്നിട്ട് ചാവേണ്ട വല്ല കാര്യമുണ്ട്. വളരെ നന്ദി.